പ്രവാചകന്റെ കാലത്തൊരു വിഭാഗം പൊട്ടിപ്പുറപ്പെട്ടു. നല്ല നിസ്കാരക്കാരാണ്, നല്ല അനുഷ്ഠാനക്കാരാണ്, കണ്ട നല്ല സ്വാലിഹീങ്ങളെ വേഷം, എല്ലാ അർത്ഥത്തിലും അവരെ പെണ്ണുങ്ങളടുത്തൊക്കെ ഇങ്ങനെ പോയിട്ട് പറയുന്നത് കേട്ടാ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോകും. കണ്ടില്ലേ ഇവർ ഓതുന്ന ഖുർആന്, എന്തൊരു മനോഹാരിത, എന്തൊരു സ്റ്റൈൽ, ഒരു പുതിയ രീതി. നമ്മൾ നമ്മുടെ ഉപ്പമാരിൽ നിന്ന്, ബാപ്പമാരിൽ നിന്ന്, ഉമ്മമാരിൽ നിന്ന് നാം കാണാത്ത ഒരു പ്രത്യേക ടീം. ആ ടീം വർക്കിന്റെ മനോഹാരിതയും വശ്യതയും കാണുമ്പോ ഇത് തന്നെയല്ലേ നല്ലത് എന്ന് ആളുകൾ ചിന്തിച്ചു പോകുന്ന അവസ്ഥ. ഖദരിയാക്കളായിരുന്നവര്, അവർക്കൊരു കുഴപ്പമുണ്ടായിരുന്നു. ഖദറിൽ വിശ്വസിക്കാൻ പറ്റൂല, ബാക്കിയൊക്കെ ഉഷാറാ. ഖദറിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്ന ആ ഒരു ചിന്താഗതി. ഇപ്പൊ ഇന്ന് നേരത്തെ ബഹുമാന്യരായ അബ്ദുൽ ഹമീദ് ഫൈദി ഉസ്താദ് ഇവിടെ പറഞ്ഞു, സമസ്തകളുടെ ജമിയത്തുൽ ഉലമായുടെ നായകത്വത്തിലേക്ക് മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങളവர்கள் നിയമിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് നമ്മളാരും ഇന്നലെ വരെ ചിന്തിച്ചിട്ടില്ല. ഞാൻ ഇന്നലെ മഗ്‌രിബിന് ശേഷം ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിനെ ഒരു ആവശ്യത്തിന് വേണ്ടി ടെലിഫോണിൽ നന്ദിദാറുസ്സലാം അറബിക് കോളേജിൽ ഒരു പരിപാടിയെ കൊണ്ടിരിക്കുന്നതിനിടയിൽ ഉസ്താദിനെ ഞാൻ വിളിച്ചിരുന്നു. ഉസ്താദിനും അറിയില്ല, വിളിച്ച എനിക്കും അറിയില്ല ഉസ്താദ് ഇന്ന് പ്രസിഡന്റ് ആകുന്നുള്ളത്. അള്ളാഹുവിന്റെ ഖദറാണ് അല്ലേ? വഫൗക തഖ്ദീരിനാ ലില്ലാഹി തഖ്ദീറു. നമ്മുടെ കണക്ക് കൂട്ടലുകൾക്കപ്പുറമുള്ള കണക്ക് കൂട്ടലാണ് റബ്ബിന്റെ ഖദർ എന്ന് പറയുന്നത്. അത് ഖൈറാവാം, അതിൽ ശർറുണ്ടാവാം. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഈ ഖദർ എന്ന് പറയുന്ന വിശ്വാസത്തെ നിരാകരിച്ചുകൊണ്ട്, നിഷേധിച്ചുകൊണ്ട് ഒരു വിഭാഗം പ്രത്യക്ഷപ്പെട്ട സമയത്ത് സ്വഹാബിമാർ സദഖുന് പ്രതികരിക്കുകയാണ്. ആ പ്രതികരണത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് ഒന്നാരാണ്? അബ്ദുല്ലാഹിബ്ൻ ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്ൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഉബൈ ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു, ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു, സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രഗൽഭമതികളായ സ്വഹാബിവര്യന്മാർ ഉച്ചൈസ്തരം പറയുകയാണ്. ഇൻവലു അൻഫഖത മിസ്ല ഉഹദിൻ ദഹബൻ ഫീ സബീലില്ലാഹ് മാ ഖബിലഹു അല്ലാഹു മിൻക ഹത്താ തുഅ്മിന ബിൽ ഖദരി. മനുഷ്യാ, നീ ഉഹദ് മലയോളം സ്വർണത്തെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നീ വ്യയം ചെയ്താലും റബ്ബ് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ഈമാൻ നന്നാവണം. നമ്മുടെ SKSFന്റെ ജില്ലാ കാര്യദർശി ട്രഷറർ ജലീൽ മാഷ് അദ്ദേഹം ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. ഒക്കെ നമ്മളെ ഏറ്റവും സുന്നത്ത് ജമാഅത്ത് മനസ്സിൽ ആവാഹിച്ച പ്രവർത്തകന്മാർ. അള്ളാഹുവർക്കൊക്കെ ദീർഘായുസ്, ആഫിയത്ത്, അഹ്ലുസുന്നക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുവാനുള്ള ബുദ്ധിശക്തിയും ക്രാന്തദർശിത്വവും നേതൃപാഠവും അള്ളാഹു തആല അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അപ്പോ ഖദറിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിലേ ഉഹദ് മലയോളം സ്വർണം ചെലവാക്കിയാലും നന്നാവൂല, ശരിയാവൂല. ഇത് പറഞ്ഞതിന് ശേഷം ഇതിനെ ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വഹാബിയല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യ വിവരങ്ങളുടെ സൂക്ഷിപ്പുകാരനായ സ്വഹാബിയായിരുന്നു. ഖിയാമത്ത് നാൾ വരേക്കും നടക്കാൻ പോകുന്ന സർവ്വകാര്യങ്ങളും നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തപ്പോ അതിനെ വളരെ കൃത്യമായി മനഃപ്പാഠമാക്കി വെച്ച മഹാനായ സ്വഹാബിവര്യൻ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? ഇത് ഞാൻ സ്വന്തമായി പറയല്ല. ഫഖാല മിസ്ല ദാലിക, അദ്ദേഹം അതുപോലെ പറയുകയാണ്. എന്നിട്ട് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, ഇത് ഞാൻ സ്വന്തമായി പറയുകയല്ല. ഫഹദ്ദസനി അന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ല ദാലിക, ഇത് നബി തങ്ങൾ എന്നെ പഠിപ്പിച്ചതാണ് എന്നാണ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പ്രതികരിച്ചത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബിദ്അത്ത്, പുത്തൻ വാദം, അത് വലിയൊരു വിഷയമാണ്. കൽബിലുള്ള ഈമാനിന്റെ പതർച്ചയെ സംബന്ധിച്ചാണ് പുത്തൻ വാദം എന്ന് പറയാ. നമ്മുടെ കൽബിൽ ഉറപ്പിച്ചു വെക്കേണ്ടുന്ന അഖീദകളിൽ വരുന്ന പാളിച്ചയെ സംബന്ധിച്ചാണ് പുത്തൻവാദം എന്ന് പറയുക. അതിന് അറബിയിൽ പറയുന്ന പേരാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ആ ബിദ്അത്ത് കൽബിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അവന്റെ കണ്ണുകൊണ്ട് ചെയ്യുന്ന, കാലുകൊണ്ട് ചെയ്യുന്ന, കൈകൊണ്ട് ചെയ്യുന്ന, ശരീരം കൊണ്ട് ചെയ്യുന്ന, തല കൊണ്ട് ചെയ്യുന്ന, കാൽമുട്ട് കൊണ്ട് ചെയ്യുന്ന, സപ്താവയവങ്ങളെ കൊണ്ട് ചെയ്യുന്ന, ഏതുകൊണ്ട് ചെയ്യുന്ന, സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന എന്ത് നല്ല കർമ്മങ്ങള്, അതൊക്കെ നല്ല കർമ്മങ്ങൾ തന്നെയാണ്. പക്ഷേ സ്വീകാര്യമല്ല, സ്വീകരിക്കപ്പെടുന്നതല്ല. സ്വീകാര്യത എന്ന് പറഞ്ഞ വലിയൊരു വിഷയല്ലേ. ഞാനായാലും നിങ്ങളായാലും
ആരായാലും നമ്മൾ ചെയ്യുന്നത് പടച്ചോന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കണ്ടേ? ഇവിടെയാണ് സമസ്തയുടെ ഈ പ്രമേയം അല്ലെങ്കിൽ ഈ തീരുമാനത്തിന്റെ പ്രസക്തി നമ്മൾ ബോധ്യപ്പെടുന്നത്. ഇന്നത്തെ സുപ്രഭാതം വായിച്ച ആളുകൾ, ഉമ്മമാരൊരു പക്ഷേ ഇന്നത്തെ സുപ്രഭാതം വായിച്ചവരുണ്ടാകും അല്ലേ? ഇന്നത്തെ സുപ്രഭാതം എന്ന ദിനപത്രം വായിച്ച ആളുകൾ അതിന്റെ എഡിറ്റോറിയൽ കോളം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഇതിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ SYSന്റെ പ്രിയങ്കരനായ നേതാവ് OM ഷെരീഫ് ദാരിമി ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. നബിദിനാഘോഷ നിരോധനവും തബ്ലീഗിന്റെ തനിനിറവും. തബ്ലീഗ് ജമാഅത്ത് ഭരിക്കുന്ന മഹല്ലിൽ നബിദിനാഘോഷം പാടില്ല എന്ന് സർക്കുലർ ഇറക്കിയിരിക്കുകയാണ്. കേരളത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് തബ്ലീഗ് ജമാഅത്തിന്റെ തീരുമാനമാണ്. എന്തുകൊണ്ടാണ് തബ്ലീഗ് ജമാഅത്തിന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നത്? നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, തബ്ലീഗ് ജമാഅത്തിന്റെ മാസികയാണിത്, ബലാഗ് മാസിക. ഈ മാസിക എന്റെ കയ്യിൽ ഇപ്പം ഞാൻ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് 2014 ഫെബ്രുവരിയിലേക്കാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ റബീഉൽ അവ്വൽ, മുമ്പത്തെ വർഷത്തെ റബീഉൽ അവ്വലിനോട് അനുബന്ധിച്ചിറങ്ങിയ ബലാഗ് മാസികയാണ്, തബ്ലീഗ് ജമാഅത്തിന്റെ മാസികയാണ്. ഈ മാസികയുടെ 34-ാമത്തെ പേജിൽ കേരളത്തിൽ വഹാബികളും മൗദൂദികളും നബിദിനാഘോഷത്തെ എതിർക്കുവാൻ വേണ്ടി എന്തൊക്കെയാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ന്യായങ്ങൾ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് നബിദിനാഘോഷത്തെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ്. നബിദിനാഘോഷത്തെ എതിർക്കാൻ വേണ്ടി ഇവിടെ വഹാബികൾ പല ചോദ്യങ്ങളൊക്കെ എടുത്തിടാറുണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? നബി ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണോ? അതിലൊരുപാട് തർക്കങ്ങൾ നടക്കുന്നുണ്ട് അത്രേ. പഴയ കാലത്തെ മുജാഹിദീങ്ങൾക്കൊന്നും തർക്കം ഉണ്ടായിരുന്നില്ല. പഴയ കാലത്ത് 950 വരേക്കുമുള്ള മുജാഹിദുകളൊക്കെ പറഞ്ഞിരുന്നത് എന്താ? നബി ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെയാണെന്നാണ്. ഇപ്പൊ അവർ പറയുന്നത് അത് തന്നെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അതിലൊക്കെ ഒരുപാട് തർക്കമുണ്ട് എന്നാ വഹാബികൾ പറയുന്നത്. എന്താ വേദി സാഹിബ് അതിൻ്റെ ഇടയിൽ ബക്കറ്റ്, ഇത് നബി ഇൻഷാ അല്ലാഹ് ബക്കറ്റ് നമ്മള് മൊയ്തീൻ സാഹിബ് ബക്കറ്റ് വരുന്നുണ്ട്. ബക്കറ്റ് എന്ന് പറഞ്ഞാല് പൈസ ഇടാനുള്ള ബക്കറ്റാണ്. അപ്പൊ നിങ്ങളൊക്കെ കനപ്പെട്ട നോട്ട് എന്താണോ കീശയിലുള്ളതെങ്കിൽ അത് തന്നെ ഇടാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമ്മളിട്ട് ആ നോട്ടിന്റെ 10 മടങ്ങ് മൂല്യം ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ അവരെന്താ പറയുന്നത്? റബീഉൽ അവ്വൽ 12-നാണോ നബി ജനിച്ചത് എന്നുള്ളതിൽ തർക്കമുണ്ടത്രേ. അതിനെപ്പറ്റി ഇമാമുമാര് പറഞ്ഞ വാചകം എന്താണെന്നറിയോ? റബീഉൽ 12-നാ റസൂൽ ജനിച്ചത് എന്നുള്ളത് പ്രസിദ്ധമാണ്. വളരെ ന്യൂനപക്ഷമല്ലാത്ത ബാക്കിയുള്ളവരൊക്കെ പറയുന്ന കാര്യമാണത്. പക്ഷെ ഇവര് പറയുന്നത് എന്നാ ഞാൻ ആയിക്കോട്ടെ, റബീഉൽ അവ്വൽ 12 റസൂൽ ജനിച്ചു തന്നെ വെക്കുക. പക്ഷെ റസൂൽ വഫാത്തായത് എന്നാണ്? 12-നാണ്. അതിൽ തർക്കമില്ലല്ലോ. റസൂലുള്ള വഫാത്തായത് 12-നാണെന്നതിൽ തർക്കമില്ലല്ലോ. അപ്പൊ 12-ന്റെ അന്ന് നമ്മളിപ്പോ എന്താ കാട്ടേണ്ടത്? നമ്മൾ സന്തോഷിക്കുകയാണോ അതോ ദുഃഖിക്കുകയാണോ വേണ്ടത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന എല്ലാ കൊല്ലും ഇപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിവിധ ഗ്രൂപ്പുകൾ ഇങ്ങനെ നോട്ടീസുകൾ ഇങ്ങനെ ഇറക്കുമ്പോ അതിൽ ഒന്നാമത്തെ പേജിൽ തന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന റബീഉൽ അവ്വൽ 12-ന് പറയുന്നത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ വഹാബികൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഈ റബീഉൽ അവ്വൽ 12-ന് നബിദിനം ആഘോഷിക്കുകയാണോ വേണ്ടത് അതോ നബി മരിച്ചതിന്റെ പേരിൽ ദുഃഖിക്കുകയാണോ വേണ്ടത്? നമ്മൾ അവരോട് മറുപടി പറഞ്ഞു, ഇസ്ലാമിൽ ദുഃഖിക്കുന്ന ഒരു പരിപാടി ഇല്ലല്ലോ. ദുഃഖാചരണം പുരുഷന്മാർക്ക് തീരെയില്ല. പിന്നെ സ്ത്രീകൾക്കുള്ളത് തന്നെ ഭർത്താവ് മരിച്ചാൽ 4 മാസവും 10 ദിവസവും, ഭർത്താവല്ലാത്തവർ മരിച്ചാൽ 3 ദിവസം, അതിനപ്പുറം പോകൽ വസിയാദത്തു അലാ ദാലിക മുഹറമ എന്നാണ്. വസിയാദത്തു അലാ ദാലിക ഹറാം, 3-നേക്കാൾ വർദ്ധിപ്പിക്കൽ ഹറാമാണ് എന്നാണ് മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു മിൻഹാജുത് ത്വാലിബീനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ അതിന്റെ ഹദീസുകളിലേക്കൊന്നും പോകുന്നില്ല. പിന്നെ എന്ത് ദുഃഖാചരണ, എന്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് എല്ലാ റബീഉൽ അവ്വൽ 12-നും ചൊല്ലണമെന്ന് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഇത് മുജാഹിദുകൾ എത്രയോ നോട്ടീസുകളിൽ ഇപ്പൊ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ കൊണ്ടുവരികയാണ്. ഒരു മുസീബത്തുണ്ടായ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആ മുസീബത്ത് എപ്പോ ഓർമ്മ വരുമ്പോഴോ അത് ചെല്ലൽ സുന്നത്തൊക്കെ തന്നെയാണ്. പക്ഷെ റബീഉൽ അവ്വൽ മാസം വരുമ്പോ, ആ 12-ന്റെ ദിനം കടന്നു വരുമ്പോ ഒരു നോട്ടീസിലൂടെ, പ്രസംഗത്തിലൂടെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുജാഹിദുകൾക്ക് അതിന്റെ രേഖ എന്താണ് പറയാൻ കഴിയോ?
ഇതുവരെ അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാ അതേ വാദം തന്നെ തബ്ലീഗുകാരൻ എഴുതുക. തബ്ലീഗുകാരൻ എഴുതിയത് ഇത് തബ്ലീഗ് ജമാഅത്തുകാരൻ എഴുതിയതാണ്. അല്പം ചില നബിദിന ചിന്തകൾ എന്ന ഈ ചിന്തയിൽ പറയാ, ആഘോഷിക്കാതിരിക്കന്നെ വേണ്ടത്, കാരണം അന്ന് നബി വഫാത്തായ ദിവസമല്ലേ. ഞാൻ ചോദിക്കട്ടെ, നബി വഫാത്തായത് 12-നാണ്. പക്ഷേ വഫാത്തായത് 12-നാണ് എന്നുള്ളതിൽ പല അഭിപ്രായങ്ങളുണ്ട്. നബി വഫാത്തായത് റബീഉൽ അവ്വൽ 1-നാണ്, അല്ല 2-നാണ്, അല്ല 10-നാണ്, 12-നാണ്, അതിനപ്പുറമുള്ള ചില ഡേറ്റുകളിലാണ്. ഇങ്ങനെ പല അഭിപ്രായമുണ്ട്. പ്രഗത്ഭരായ പല ഇമാമുമാരും തറപ്പിച്ചു പ്രബലപ്പെടുത്തിയിട്ടുള്ളത് 2-നാണ് എന്നുള്ളതാണ്. തഫ്സീറിന്റെ കിതാബുകൾ സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനങ്ങൾ പരിശോധിക്കുമ്പോഴൊക്കെ നമ്മൾക്ക് മനസ്സിലാകുന്നതിൽ കാണുന്നത് 2-നാണെന്നാണ്. എന്നിട്ട് ഈ വഹാബി പ്രസ്ഥാനത്തിന്റെ ഈ കുപ്രചരണങ്ങൾ കേട്ടിട്ട് തബ്ലീഗ് ജമാഅത്തുകാരും വഹാബികളുടെ അതേ വാദം. അതുകൊണ്ടാണല്ലോ നമ്മുടെ പരിസരത്തൊക്കെയുള്ള തബ്ലീഗുകാരെ ഈ പരിപാടിക്ക് കിട്ടാറില്ലല്ലോ. തെക്കൻ ജില്ലയിലാണ് ഇപ്പൊ ഈ പ്രാവശ്യത്തെ നബിദിന പരിപാടി നിരോധിച്ചത്. ആരാ നിരോധിച്ചത്? തബ്ലീഗ് ജമാഅത്തുകാരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പിന്നെ ഈ വഹാബികൾ ചോദിക്കുന്ന പല ചോദ്യങ്ങളുണ്ട്. എല്ലാ ചോദ്യങ്ങളും ഞാൻ ഇവിടെ പറയുന്നില്ല. തിങ്കളാഴ്ച ദിവസം റസൂലുള്ള ജനിച്ച ദിവസത്തിൽ നോമ്പ് നോൽക്കല്ലേ വേണ്ടത്, പിന്നെ നിങ്ങൾ എന്തിനാണ് നബിദിനാഘോഷിക്കുന്നത്? എല്ലാ കൊല്ലം തിങ്കളാഴ്ച നബിദിനാഘോഷം എന്ന് അവർ പറയുന്നേട്ടാ തോന്നുക. ഇക്കൊല്ലം തിങ്കളാഴ്ച ആയിട്ടുണ്ട്, ശരിയാണ്. നമ്മൾ പറഞ്ഞെന്താ, നബിയുടെ മേലിൽ സന്തോഷം രേഖപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെയാണോ സാധിക്കുന്നത് അതൊക്കെ നമുക്ക് ചെയ്യാം. നാട്ടുകാർ മുഴുവൻ നോൽമ്പൊൽക്കാൻ തയ്യാറുണ്ടോ? എന്നായിക്കോട്ടെ, നമുക്ക് നോൽമ്പൊൽക്കാം. പക്ഷെ അത് ഒരു അടിച്ചേൽപ്പിക്കുന്നൊരു സ്വഭാവം. നോൽമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നോൽമ്പ് നോൽക്കാൻ കഴിയൂല. ചില ആളുകൾക്ക് നമ്മൾ രാവിലത്തെ പരിപാടി കഴിഞ്ഞാൽ ജോലിക്ക് പോവേണ്ടവരുണ്ടാവും, നോമ്പ് നോൽക്കാൻ പാടില്ലാത്തവരുണ്ടാവും. വിശിഷ്യ മദ്രസ വിദ്യാർത്ഥികളാണല്ലോ ഇതിന്റെ മുൻപന്തിയിലുള്ളത്. അവരെ കൊണ്ട് നോമ്പെടുപ്പിക്കുക എന്നുള്ളതിൽ ഒരുപാട് വൈഷമ്യങ്ങളുണ്ടാവും. അപ്പോ ഒക്കെ വ്യക്തിപരമായിട്ട് നോമ്പ് നോൽക്കേണ്ടവർക്ക് നോൽക്കാം, അല്ലാത്തവർക്ക് നോൽക്കാതിരിക്കാം. ഇനിയിപ്പോ നമ്മളെ വീട്ടില് തിങ്കളാഴ്ച വിവാഹം നടത്തിയെന്ന് വിചാരിക്കാം, അത് തെറ്റാണോ? വിവാഹം സുന്നത്തായ ഒരു കർമ്മല്ലേ? നിക്കാഹിന് ശേഷം വലീമത്ത് കൊടുത്തു തിങ്കളാഴ്ച പകൽ. തിങ്കളാഴ്ച റസൂല ജനിച്ച ദിവസമല്ലേ, അന്ന് നിക്കാഹ് പാടില്ല എന്നെന്തുകൊണ്ട് വഹാബി പറയുന്നില്ല? എന്തുകൊണ്ട് തബ്ലീഗുകാരൻ പറയുന്നില്ല? അപ്പൊ സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ വേണ്ടിയുള്ള ചില ചോദ്യങ്ങൾ, ആ ചോദ്യമല്ലേ അതിന്റെ പിന്നിലുള്ളത്? വളരെ മോശമായ ചോദ്യമല്ലേ? പറയുന്നത് കേട്ടാ തോന്നും ഇവിടുത്തെ വഹാബികളൊക്കെ തിങ്കളാഴ്ച നോൽമ്പോൽക്കണോലാണ്. ഒറ്റ കുട്ടി നോൽമ്പോൽക്കലില്ല. പക്ഷെ വസ്വാസ് ഉണ്ടാക്കാനുള്ള ചോദ്യമാണ്. ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ സാധാരണക്കാരുടെ തലയിൽ ആ ചോദ്യം കയറിക്കും, ഉത്തരം അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ഉത്തരം വളരെ ചോദ്യത്തിനേക്കാൾ എത്രയോ സിമ്പിളാണ് ഉത്തരം. പക്ഷെ ഉത്തരം പെട്ടെന്നാണ് മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവില്ല. ആ ഒരു തന്ത്രപരമായ ചോദ്യങ്ങളാണ് ഇവിടെ വഹാബികൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അതേ ശൈലി തന്നെയാണ് തബ്ലീഗ് ജമാഅത്തുകാരും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, തബ്ലീഗ് ജമാഅത്തുകാര് നബിദിനാഘോഷത്തെപ്പറ്റി ഇത് 2014 നമ്മളെ നാട്ടിലെ തബ്ലീഗ് ജമാഅത്തുകാർ മലയാളത്തിൽ ഇറക്കിയ ഒരു ബൃഹത്തായ ഗ്രന്ഥമാണിത്. ഈ ഗ്രന്ഥം ഒരു തവണ വായിച്ചാൽ അറിയാം എന്താ തബ്ലീഗ് ജമാഅത്ത് എന്നുള്ളത്. ഈ ഗ്രന്ഥത്തിൽ നബിദിനാഘോഷത്തെ സംബന്ധിച്ച് എന്താ പറയുന്നത് എന്നറിയോ? നബിദിനാഘോഷം ഇതിന്റെ 244-ാമത്തെ പേജിൽ നബിദിനാഘോഷം എന്ന് പറയുന്ന ആഘോഷം അത് സുന്നത്താണ്. യുസാബു അലാ ദാലിക സാഹിബുഹ. ഇമാമുമാർ അതിനെപ്പറ്റി തീരുമാനമെടുത്തത് അങ്ങനെ. നബിദിനാഘോഷത്തിന്റെ മതവിധി എന്ത് എന്ന് വിവിധ കോണുകളിൽ വന്ന ചോദ്യങ്ങൾക്ക് അർഹരായ ഇമാമുമാർ പണ്ഡിതോചിതമായി പ്രാമാണികമായി നൽകിയ മറുപടി, ഇന്ന അസ്ല അമലിൽ മൗലിദില്ലദി ഹുവ ഇജ്തിമാഉൻ നാസ് വഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആൻ വൽറിവായാത്തിൽ വാരിദത്തി ഫീ മബ്ദഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വൽഹികായാത്തിൽ മർവിയത്തി ഫീ വിലാദത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ثم يطعمون الطعام وينصرفون من غير زيادة على ذلك
ഹുവ മിനൽ ബിദഇൽ ഹസന അല്ലതി യുസാബു അലാ ദാലിക ഫാഇലുഹാ ലിമാ ഫീഹി മിൻ തഅദീമി ഖദ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഇദ്ഹാരിൽ ഫറഹി ബിമൗലിദിഹി ശരീഫ്. ആളുകൾ സംഗമിക്കുന്നു, നബിയുടെ അപദാനങ്ങൾ വാഴ്ത്തുന്നു, നബിയുടെ ജന്മാത്ഭുതങ്ങൾ അനുസ്മരിക്കുന്നു ആളുകൾ. എന്നിട്ട് സന്തോഷത്തോടുകൂടി ആഭാസങ്ങളോ അനിസ്ലാമികതയോ യാതൊന്നും കലരാതെ നിർവഹിക്കുന്നു. ഇത് സദാചാരം തന്നെയാണ്, ഇത് പ്രതിഫലം ലഭിക്കുന്ന കർമ്മമാണ്, ഇത് പുണ്യമായ കർമ്മമാണ്. എന്തുകൊണ്ടെന്നാൽ അത് നബിയെ ആദരിക്കലാണ്, നബിയുടെ ജനനത്തിലുള്ള സന്തോഷം ആണത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇമാമുമാർ ഈ വിഷയത്തിൽ തീരുമാനം നമ്മളെ പഠിപ്പിച്ചതാ. എന്നിട്ട് ഇവര് പറയാണ് ഈ പുസ്തകത്തിന്റെ, ഇത് തബ്ലീഗ് ജമാഅത്തുകാരുടെ കേരളത്തിലുള്ള ജീവിച്ചിരിപ്പുള്ള മുഴുവൻ ആചാര്യന്മാരും ഒന്നിച്ചണിനിരന്നുകൊണ്ട് മലയാളക്കരയ്ക്ക് വേണ്ടി വായിക്കാൻ വേണ്ടി പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് ഇത്. ദേബന്ദ് പണ്ഡിതർ നവോത്ഥാന ശില്പികൾ എന്ന ഈ പുസ്തകം. ഈ പുസ്തകത്തിന്റെ 244-ാമത്തെ പേജിൽ നബിദിനാഘോഷത്തെ പറ്റി എന്താ ഇവര് പറഞ്ഞതെന്നറിയോ? ഇതെന്താ പറയുന്നത് കണ്ടോ? അനുവദനീയമല്ല. ഇതിൽ പറയാണ്, എന്താ പറയുന്നത്? മൗലിദ് പാരായണത്തെ പറ്റിയുള്ള ചോദ്യത്തിന്റെ മറുപടിയിൽ പറയാണ്, ഇത്തരം സദസ് നബിയുടെ കാലത്തോ സഹാബത്തിന്റെയോ താബിയുടെയോ ഇമാമുമാരുടെ കാലത്തുണ്ടായിരുന്നില്ല. ഇതിനെ കൊണ്ടുവന്നത് ഹിജ്റ 600 വർഷങ്ങൾക്ക് ശേഷം വന്ന ഒരു രാജാവാണ്. അദ്ദേഹത്തെ ചരിത്രകാരന്മാരിൽ അധിക പേരും ഫാസിഖ് എന്നെഴുതിയിരിക്കുന്നു. ആകയാൽ ഈ സദസ് ബിദ്അത്താണ്, അത് അനുവദനീയമല്ല എന്ന് മദ്ഖലിന്റെ കർത്താവും മറ്റും മുമ്പേ എഴുതിയതാണ്. ഇപ്പോഴും ധാരാളം റിസാലകളും ഫത്വകളും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനപ്പുറം തെളിവിന്റെ ആവശ്യമില്ല. മുളഫർ രാജാവാണ് ഇതിനെ വളരെ ജനകീയമാക്കുന്നതിലും രാജകീയമാക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചത് എന്നുള്ളത് ചരിത്ര സത്യമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് വക്കാന സുന്നിയൻ ഫാദിലൻ എന്നാ ചരിത്രകാരന്മാർ പറഞ്ഞത്. ഉത്കൃഷ്ടനായ സുന്നി വിശ്വാസിയായിരുന്നു. വക്കാന വരിഅൻ, അദ്ദേഹം വളരെ സൂക്ഷ്മാലുവായിരുന്നു. അദ്ദേഹത്തെ പ്രകീർത്തിച്ചവരാണ് ഔദ്യോഗിക ചരിത്രകാരന്മാർ. എന്നിട്ട് ഇവര് പറയാം, അധിക പണ്ഡിതന്മാരും അദ്ദേഹം ഫാസിഖ എന്നാ പറഞ്ഞത്, തമ്മാടിയൻ. ഏത് പണ്ഡിതനാ പറഞ്ഞത്? തബ്ലീഗുകാരാ. എവിടുന്ന് കിട്ടി നിനക്ക് ആ വാദം? ആ പറഞ്ഞതിന് ഏതെങ്കിലും ഒരു ഉദ്ധരണി കൊടുക്കാൻ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? വെറുതെ പച്ച നുണ മലയാളികൾക്ക് മുമ്പിലാണ് അവതരിപ്പിക്കുന്നത്. വായനക്കാരും വിചാരിക്കുമ്പോഴൊക്കെ വലിയ നല്ല ആൾക്കാരല്ലേ? നുണല്ലേ? ഇത് വിഷയം അന്വേഷിക്കുന്ന ആളുകൾക്കല്ലേ അറിയാം. അപ്പൊ നബിദിനാഘോഷം വളരെ രൂക്ഷമായിട്ട് പേജുകളോളം അത് വിമർശിക്കാൻ വേണ്ടി വരികൾ എഴുതിയിരിക്കുകയാണ്. ആരാണ് എഴുതുന്നത്? സാക്ഷാൽ തബ്ലീഗുകാരാണ്. സക്കരിയ സലാഹിയല്ല, അബ്ദുസ്സലാം സുല്ലമിയോ അബ്ദുൽ ഖാദിർ മൗലവിയോ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലോ അല്ല. കേരളത്തിലുള്ള അബുൽ ഖൈർ മൗലവി അടക്കമുള്ള കേരളത്തിലുള്ള തബ്ലീഗ് ജമാഅത്തിന്റെ ആശാന്മാരും ആചാര്യന്മാരുമാണ് ഇത് എഴുതുന്നത്. അവരുടെ പിറകിൽ നമുക്ക് കൂടാൻ പറ്റുമോ? ആരുടെ പിറകിലാണ് നമ്മൾ കൂടേണ്ടത്? സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, യൗമ നദ്ഉ കുല്ല ഉനാസിൻ ബിഇമാമിഹിം. നാളെ പരലോകത്ത് അല്ലാഹു തആല ഓരോ വിഭാഗത്തെയും വിളിക്കുമ്പോ അവര് അവലംബിച്ച ആളെ കൊണ്ടാ വിളിക്കുക. ശംസുല്ലമന്റെ ആൾക്കാരാണ് വരട്ടെ എന്ന് പറയും, മുല്ലക്കോയ തങ്ങളുടെ ആൾക്കാരാണ് വരട്ടെ, അല്ലെങ്കിൽ സൈനുദ്ദീൻ മഹ്ദൂദ് ഷാഫി ഇമാമിന്റെ ആൾക്കാരാണ് വരട്ടെ. അപ്പൊ തബ്ലീഗുകാരെ വിളിക്കൽ അവര് മാനദണ്ഡമാക്കിയ നേതാവിന്റെ പേര് പറഞ്ഞിട്ടാ വിളിക്കുക. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീറുൽ ഖാസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീർ കൊടുത്തിട്ടുണ്ട്. ഐ ഇമാമി സമാനിഹിം യദുഉൻ നാസ ഇമ്മാ ഇലൽ ഖൈരി വ ഇമ്മാ ഇലൽ ശർരി. ഓരോ കാലഘട്ടത്തിലും ഓരോ വിഭാഗക്കാര് അവലംബിക്കുന്ന അവലംബ വ്യക്തിയെ കൊണ്ടാണ് ഓരോ വിഭാഗത്തെയും അള്ളാഹു വിളിക്കുക എന്നാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനമെന്ന് സയ്യിദുൽ മുഫസ്സിരീൻ സയ്യിദുന അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ രേഖപ്പെടുത്തിയത് നമുക്ക് തഫ്സീറുൽ ഖാസിലിൽ കാണാം. അപ്പൊ നമ്മൾ ഈ തബ്ലീഗ് ജമാഅത്തുകാരുടെ പിറകിൽ പോകുന്ന ആൾക്കാരെ എന്താണ് ഞങ്ങളെ ഇമാമുമാരെ എഴുതി വെച്ചത് നോക്കണ്ടേ? എന്താണ് എഴുതി വെച്ചത് എന്ന് നോക്കണ്ടേ? നിങ്ങൾ നോക്കൂ, ഇത് മറ്റൊരു ബലാഗ് മാസികയാണ്. ഈ ബലാഗ് മാസിക 2016 ജനുവരിയിൽ ഇറങ്ങിയതാണ്. ഒരു കൊല്ലായിട്ടുള്ളൂ. 2016 ജനുവരിയിൽ ഇറങ്ങിയ ഈ ബലാഗ് മാസികയിൽ മുഹിയുദ്ദീൻ മാലയെ സംബന്ധിച്ചൊരു ലേഖനമുണ്ട്. മുഹിയുദ്ദീൻ മാലയെ സംബന്ധിച്ച്
മുഹിയുദ്ദീൻ മാല എന്ന് പറഞ്ഞാൽ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ സത്യസന്ധമായ ചരിത്രമാണ്. മുഹിയുദ്ദീൻ മാലയിൽ പറഞ്ഞ ഇവിടുത്തെ വഹാബികളും തബ്ലീഗുകാരും എതിർക്കുന്ന ഏത് വരികളുണ്ടോ അതൊക്കെ മുഹിയുദ്ദീൻ ഷെയ്ഖ് സ്വന്തം കിതാബ് പറഞ്ഞ കാര്യങ്ങളാ. ഞാൻ മുമ്പൊരു പള്ളിയിൽ ഒരു ക്ലാസ് കേൾക്കാൻ വേണ്ടി പോയിരുന്നു. നിങ്ങളെ പരിസരത്തുള്ള പള്ളിയാന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അപ്പൊ ആ പരിസരത്തുള്ള പള്ളിയിലുള്ള ഖതീബ് എന്ന് പറയപ്പെടുന്ന ആള് റമളാൻ മാസത്തിലാണ്. അതിരൂക്ഷമായിട്ട് മുഹിയുദ്ദീൻ മാലനെ അങ്ങനെ വിമർശിച്ച് പ്രസംഗിക്കുകയാണ്. അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞു, മുഹിയുദ്ദീൻ മാലക്കാരനെയും മുഹിയുദ്ദീൻ മാല പാടിയോനെയും മുഹിയുദ്ദീൻ മാല ഉണ്ടാക്കിയോനെയും ഒക്കെ നാളെ പരലോകത്തുനിന്ന് മുഹിയുദ്ദീൻ ഷെയ്ഖ് പിടിച്ചിട്ട് കാണിച്ചു കൊടുക്കും എന്നൊക്കെ പ്രസംഗം. ഞാൻ ആ പ്രസംഗമൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചു കേട്ടു. അന്ന് മഞ്ചേരിയിൽ ഒരു ക്ലാസ്സിന് എല്ലാ ദിവസവും ഞാൻ ഇവിടെ വരാറുണ്ടായിരുന്നു. അപ്പൊ ഉച്ചക്ക് പിന്നെ ഈ ക്ലാസ് ഈ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി പോയതാ. ആ സമയത്ത് പ്രസംഗമൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചു, ഇനി സംശയമുള്ളവർക്കൊക്കെ ചോദിക്കാന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റു. അല്ല ഉസ്താദേ, എന്നാൽ മുഹിയുദ്ദീൻ മാല മാറ്റി വെച്ചിട്ട് നിങ്ങൾ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ഫത്ഹുർ റബ്ബാനി വെച്ചുകൊണ്ട് സംസാരിക്കാനുണ്ടോ? അപ്പൊ ഇത് ചോദ്യം കുറച്ച് പിടുത്തം വിട്ട ചോദ്യം എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആള് ബുദ്ധിമാനാണ്. വേഗം കിതാബാണ് പൂട്ടിയിട്ട് ഒറ്റ പോക്ക. ഇതാ അപ്പൊ അവരുടെ വിമർശനത്തിന്റെ കോലം. തബ്ലീഗ് ജമാഅത്തിന്റെ 2016 ജനുവരി ലക്കത്തിലെ ബലാഗ് മാസികയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്താണ്? കാളിദാസന്റെ മേഘദൂതത്തെ അനുകരിച്ച് പ്രാദേശിക ഭാഷകളിലെല്ലാം സന്ദേശകാവ്യങ്ങൾ രചിക്കപ്പെട്ടതുപോലെ പേർഷ്യൻ ഭാഷയിൽ രചിക്കപ്പെട്ട സൂഫി പ്രശസ്ത ഗീതങ്ങളും പ്രണയകാവ്യങ്ങളും ലോക ഭാഷകളിലെല്ലാം കടന്നു വന്നു. ആ മഹാശൃംഖലയിൽ ഒരു കണ്ണിയാണ് മുഹിയുദ്ദീൻ മാല. ഹിന്ദുക്കളുടെ കാവ്യങ്ങൾക്ക് സമാനമായൊരു കാവ്യാന്തരം മുഹിയുദ്ദീൻ മാല ഇവർ അവതരിപ്പിക്കുകയാണ്. മുഹിയുദ്ദീൻ മാലയുടെ രചന കഴിഞ്ഞ് 2 നൂറ്റാണ്ടുകൾ പിന്നിട്ട ശേഷമാണ് റിഫായി മാല രചിക്കപ്പെട്ടത്. എന്താ കാരണം? അതിന് ഇവർ പറഞ്ഞ കാരണം അക്കാലത്തെ പണ്ഡിതന്മാരുടെ പ്രതിഷേധവും പ്രതിരോധവും കവികളെ പിന്തിരിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കേണ്ടത്. ശിർക്കിലേക്ക് നയിക്കുന്ന രചനകൾക്കെതിരെ അവർ ഉയർത്തിയ ശബ്ദമാകാം 2 ശതാബ്ദക്കാലത്തോളം ഇമ്മാതിരി പാട്ടുകൾ രചിക്കപ്പെടാതെ പോയതിന്റെ കാരണം. അപ്പൊ മുഹിയുദ്ദീൻ മാല ഉണ്ടാക്കിയിട്ട് 2 നൂറ്റാണ്ട് വരെ മുസ്ലിം സമുദായത്തിന് പുതിയ പാട്ടുകൾക്ക് കാത്തിരിക്കേണ്ടി വന്നത് ശിർക്കിനെതിരെയുള്ള പണ്ഡിതന്മാരുടെ ജാഗ്രതയാണെന്നാ പറഞ്ഞത്. അപ്പൊ ബലാഗ് മാസികയുടെ 15ാമത്തെ പേജ് മുഹിയുദ്ദീൻ മാലയിലേക്ക് തബ്ലീഗ് ജമാഅത്തുകാരെ കിട്ടാത്തത് പോലെ വിശ്വാസം മുഹിയുദ്ദീൻ മാലയും മുഹിയുദ്ദീൻ റാത്തീബും നീർച്ചയും ഇനി മുഹിയുദ്ദീൻ പള്ളിയും മൈദീൻ കാക്കി ഒക്കെ ചുരുക്കാൻ നീക്കാരം. എത്ര ഗൗരവപ്പെട്ടതാണിത് നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ. ഞാൻ പറയട്ടെ, ഞാൻ എന്റെ പ്രസംഗം 9 മണിക്കാ നിർത്തുക. അതിനുശേഷം നിങ്ങൾക്ക് ചോദിക്കാം. മുഹിയുദ്ദീൻ മാലയിൽ ശിർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മുഹിയുദ്ദീൻ, ഞാൻ ഒരൊറ്റ ഉദാഹരണം വേണമെങ്കിൽ പറയാം. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ്ഞ നിങ്ങളുടെ കൽബകമെന്നോവാർ. മുരീദിനോട് പറഞ്ഞതാ മുഹിയുദ്ദീൻ ഷെയ്ഖ്, എന്റെ കൽബത്തെ ഉള്ളത്തെ കാര്യം ഞാൻ അറിയട്ടോ. അത് ശിർക്കാത്രേ. ഒരാളെ കൽബിന്റെ ഉള്ളത്തെ കാര്യം കറാമത്തിലൂടെ മുഹിയുദ്ദീൻ ഷെയ്ഖ് അറിഞ്ഞാൽ അത് ശിർക്കാണത്രേ, ഇസ്ലാമെന്ന് പുറത്തു വാക്കാണത്രേ. ഇതൊന്നും മുഹിയുദ്ദീൻ ഷെയ്ഖ് പറയില്ല. എന്നാ മുഹിയുദ്ദീൻ ഷെയ്ഖ് അല്ല, ഈസാ നബി പറഞ്ഞിട്ടില്ലേ അങ്ങനത്തെ വർത്താനം? നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ, നിങ്ങൾ ആ വീട്ടിന്റെ ഉള്ളിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചത് എന്തൊക്കെയുണ്ടോ അതൊക്കെ എനിക്കറിയുമെന്ന് സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ഇത് ഖുർആൻ പറഞ്ഞതല്ലേ? എന്താ ഈസാ നബി പറഞ്ഞത് ശിർക്കാ? പോട്ടെ, മുഹിയുദ്ദീൻ ഷെയ്ഖ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മുഹിയുദ്ദീൻ മാല മാത്രല്ല, മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ഫത്ഹുർ റബ്ബാനിയുടെ 21, 22 പേജുകൾ വായിച്ചു നോക്കൂ. അതിൽ അദ്ദേഹം പറയുന്നത് ലൗലൽ ഹുക്മു ലതകല്ലംതു ബിമാ ഫീ ബുയൂതികും. അല്ലാഹുവിന്റെ ചില തീരുമാനങ്ങൾ എന്റെ മുമ്പിലില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ വീടുകളിലുള്ളത് എന്താണെന്നൊക്കെ ഞാൻ ഇവിടെ വിളിച്ചു പറയും എന്ന് സദസ്സിനോട് പറയാ. ആരാ പറയണത്? മുഹിയുദ്ദീൻ ഷെയ്ഖ്. അപ്പൊ അതോ മുഹിയുദ്ദീൻ മാല പറഞ്ഞ കാര്യം മുഹിയുദ്ദീൻ ഷെയ്ഖ് അന്ന് പറഞ്ഞ കാര്യ. എത്രയോ ഉദാഹരണങ്ങൾ, ഞാൻ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞു നിർത്തുകയാണ്. അപ്പോ ആ മുഹിയുദ്ദീൻ മാല ശിർക്കിലേക്ക് നയിക്കുന്ന വരികളാണ് എന്ന് പറഞ്ഞിട്ട് ശുദ്ധമായ വഹാബിസമാണ് തബ്ലീഗ് ജമാഅത്ത് ഇവിടെ പ്രചരിപ്പിച്ചത്.
ശുദ്ധമായ വഹാബിസം. നിങ്ങൾ നോക്കൂ, തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപകനാരാണ്? അതിന്റെ സ്ഥാപനം എന്നാണ് ഹിജ്റ 1303 to 1363 ജീവിച്ച മുഹമ്മദ് ഇല്യാസിയാണ് തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപകൻ. ഉത്തർപ്രദേശിലെ കാന്ധലിയിലാണ് അദ്ദേഹം ജനിച്ചത്. 1315 ജ്യേഷ്ഠൻ മുഹമ്മദ് യഹിയയുടെ നിർദ്ദേശപ്രകാരം ഗംഗോഹിലേക്ക് പോയി. അവിടെ റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെ അടുക്കൽ 10 വർഷത്തോളം ശിഷ്യനായി. ഹിജ്റ 1345 ക്രിസ്താബ്ദം 1926 തബ്ലീഗ് ജമാഅത്ത് സ്ഥാപിച്ചു. ഡൽഹിക്ക് തെക്കുഭാഗത്തുള്ള മേവാത്ത് എന്ന ആ പ്രദേശമായിരുന്നു പ്രവർത്തന കേന്ദ്രം. ഇതാണ് തബ്ലീഗ് ജമാഅത്തിന്റെ ചുരുക്ക ചരിത്രം. മുഹമ്മദ് ഇല്യാസിയാണ് ഇതിന്റെ സ്ഥാപകൻ. മേവാത്തിലാണ് ഇതിന്റെ പ്രഥമ പ്രവർത്തന കേന്ദ്രം. കാന്ധല നാട്ടുകാരനാണ് അദ്ദേഹം. അതുകൊണ്ട് മുഹമ്മദ് ഇല്യാസി അൽ കാന്ധലവി എന്ന പേരിലാണ് തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപകൻ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ രചനകളിൽ, അദ്ദേഹത്തിന്റെ മൊഴികളിൽ പറഞ്ഞ കാര്യം എന്താണ്? ഞാൻ അവലംബിക്കുന്നത് റഷീദ് അഹമ്മദ് ഗംഗോഹിയെയും അങ്ങനത്തെ ആൾക്കാരെയാണ്. ഇപ്പൊ നമുക്കൊക്കെ ഓരോ നമ്മൾക്കൊരു വഴിയുണ്ടല്ലോ. നമ്മളുടെ വഴി എന്ന് പറഞ്ഞാൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിലൂടെയാണെന്ന് നമ്മൾ പറയും. തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപകൻ പറയുന്നത് എന്റെ വഴി റഷീദ് അഹമ്മദ് ഗംഗോഹിയിലൂടെയാണ്. റഷീദ് അഹമ്മദ് ഗംഗോഹി പറയുന്നത് എന്റെ വഴി ഇസ്മായിൽ ദഹ്ലവിയിലൂടെയാണ്. ആരാണ് ഇസ്മായിൽ ദഹ്ലവി? ഒരുപക്ഷെ ചെറുപ്പക്കാർ ഇപ്പൊ കേൾക്കായിരിക്കും, നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ. ഇസ്മായിൽ ദഹ്ലവി എന്ന് പറയുന്നത് ആരാണ്? കേരളത്തിൽ 1900 ശേഷം വക്കം അബ്ദുൽ ഖാദിർ മൗലവിയാണല്ലോ വഹാബി പ്രസ്ഥാനത്തിന്റെ ഈജിപ്ഷ്യൻ മോഡൽ പരിഷ്കരിച്ച വഹാബി ആശയങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ തുടങ്ങിയത്. തത്തുല്യമായ ഉത്തർപ്രദേശിലെ വഹാബിസത്തിന്റെ സമാരംഭം കുറിച്ച ആളാണ് ഈ പറഞ്ഞ ഇസ്മായിൽ ദഹ്ലവി എന്ന് പറയുന്നത്. ആ ഇസ്മായിൽ ദഹ്ലവിയുടെ വിശ്വാസ ചിന്തകളെ അനുകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമാണ് തബ്ലീഗ് ജമാഅത്ത്. ശരിക്കും ശ്രദ്ധിക്കണം. ഉത്തർപ്രദേശിലും ഉത്തരേന്ത്യയിലും ഡൽഹിയിലും വഹാബി പ്രസ്ഥാനത്തിന്റെ ചിന്തകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പ്രചാരണം നടത്തിയ സാക്ഷാൽ മുഹമ്മദ് ഇസ്മായിൽ ദഹ്ലവിയുടെ വഹാബിയൻ ആശയഗതിക്കനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ് തബ്ലീഗ് ജമാഅത്ത്. ഞാൻ അദ്ദേഹത്തിന്റെ 2 പുസ്തകം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് മുഹമ്മദ് ഇസ്മായിൽ ദഹ്ലവിയുടെ സിറാത്തെ മുസ്തഖീമാണ്. 2 മുഹമ്മദ് ഇസ്മായിൽ ദഹ്ലവിയുടെ തഖ്വിയത്തുൽ ഈമാനാണ്. വേറെയും അദ്ദേഹത്തിന്റെ പുസ്തകം എന്റെ കൈവശം ഇവിടെയുണ്ട്. ഞാൻ ഈ 2 ഗ്രന്ഥത്തിൽ നിന്നും 2 കാര്യങ്ങൾ മാത്രം ഇപ്പൊ പറയാം. ശരിക്കും ശ്രദ്ധിക്കണം. ഒന്ന് അദ്ദേഹത്തിന്റെ സിറാത്തെ മുസ്തഖീം. ആ സിറാത്തെ മുസ്തഖീമിലുള്ള ഒരു കാര്യം ഇപ്പൊ ഞാൻ പറയാം. 2 അദ്ദേഹത്തിന്റെ തഖ്വിയത്തുൽ ഈമാൻ എന്ന പുസ്തകത്തിലുള്ള മറ്റൊരു കാര്യവും ഞാൻ പറയാം. ഈ 2 കാര്യം ഇപ്പോൾ പറയുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ പുസ്തകം നമ്മൾ തഖ്വിയത്തുൽ ഈമാനൊക്കെ നമ്മൾ വായിച്ചാണ്ടല്ലോ, ഉറുദു അറിയണം കേട്ടോ. ഇനി തഖ്വിയത്തുൽ ഈമാൻ ഉറുദു അറിയാത്ത ആൾക്കാർക്ക് അതിന് റിസാലത്തു തൗഹീദ് എന്ന് പറഞ്ഞിട്ട് അറബി പരിഭാഷ ഉണ്ട്. അത് വായിച്ചാലും മതി. ഉറുദു അറിയാത്ത ആൾക്കാർക്ക് അറബി കിട്ടും. അറബി അറിയാത്ത ആൾക്കാർ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. ഏതായാലും ആ പറഞ്ഞ തഖ്വിയത്തുൽ ഈമാനിന്റെ 1-ാം പേജ് മുതൽക്ക് അവസാന പേജ് വരേക്കും ഒരാളാണ് വായിച്ചാൽ ഓൻ ശുദ്ധ സക്കരിയ സ്വലാഹി ആയിട്ടാണ് മാറും, അല്ലെങ്കിൽ അബ്ദുസലാം സുല്ലമി ആയിട്ടാണ് മാറും. അക്കോലത്തിലാണ് അതിലുള്ള ആശയങ്ങളുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ സിറാത്തെ മുസ്തഖീം കണ്ടോ, ഇതാണ് സിറാത്തെ മുസ്തഖീം. ഇത് ഫോട്ടോസ്റ്റാറ്റ് ഒന്നും അല്ലട്ടോ, ഇത് ഒറിജിനലാണ്. മഹാനായ ശൈഖുന കോട്ടുമല ബാപ്പു മുസ്ലിയാർ, അള്ളാഹു അവിടുത്തെ പരലോക ജീവിതം ഉയരങ്ങളിലാക്കി കൊടുക്കുമാറാവട്ടെ. അപ്പൊ ബഹുമാനപ്പെട്ടവര് തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട ഒട്ടനേകം രേഖകൾ, അതിന്റെ ഒറിജിനൽ രേഖകൾ എനിക്ക് തന്നിട്ടുണ്ട്. അള്ളാഹു അതിന്റെ പ്രതിഫലം ആ ഉസ്താദിന് അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അപ്പൊ ഇത് ഒറിജിനൽ സിറാത്തെ മുസ്തഖീമാണ്. സാധാരണ തബ്ലീഗ് ജമാഅത്തുകാർ പറയും അതൊക്കെ മുസ്ലിയാക്കന്മാര് വെറുതെ പറയാണ്, ഓരോരുത്തർ ഫോട്ടോസ്റ്റാറ്റേ ഉള്ളൂ, ഒന്നുമില്ല. ഫോട്ടോസ്റ്റാറ്റ് ഒന്നുമല്ല. എനിക്ക് എന്റെ അടുക്കൽ ഇതിന്റെ 3 പതിപ്പുകളുണ്ട്. അതിലൊരു പതിപ്പ് മാത്രമാണിത്. ഇതിന്റെ 118ാമത്തെ പേജിൽ കൃത്യമായി പറയുകയാണ്, ബിമുക്തലായേ ദുലുമാതുൻ ബഅ്ദുഹാ ഫൗക ബഅ്ദിൻ, ദുലുമാതുൻ ബഅ്ദുഹാ ഫൗക ബഅ്ദിൻ, പാപങ്ങൾ ചിലത് ചിലതിനേക്കാൾ മുകളിലാണെന്നുള്ള വാക്യത്തിന്റെ താൽപര്യപ്രകാരം ज़िना के वसवसे अपनी बीबी की मुजामअत का ख्याल बेहतर है और शेख या
इसी जैसे और बुजुर्गों की तरफ ख्वाह जनाब रिसालत मआब ही हो, अपनी हिम्मत को लगा देना अपने बैल और गद्दे की सूरत में मुस्तगरिक होने से बुरा है, क्योंकि शेख का ख्याल तो ताज़ीम और बुजुर्गी के साथ इंसान के दिल में चमट जाता है, और बैल और गद्दे के ख्याल को न तो इस कदर चुपीदगी होती है और न ताज़ीम, बल्कि हकीर और जलील होता है, और गैर की या ताज़ीम और बुजुर्गी जो नमाज में मलहूज हो वो शिर्क की तरफ खींच कर ले जाती है. ഉർദാണ്. എന്താണ് പറഞ്ഞത്? സിനാക്കെ വസ്വസെ, വ്യഭിചാര ചിന്തയും നടത്തിക്കൊണ്ട് അപ്പിനി ബീബി കി മുജാമഅത്ത് കാ ഖയാൽ, തന്റെ ഭാര്യയുമായിട്ട് ലൈംഗിക വേഴ്ച നടത്തുമ്പോ ഞാനിപ്പോ വ്യഭിചരിക്കാണ്, ഞാൻ അങ്ങാടിയിൽ നിന്ന് കണ്ട ആ പെണ്ണിനേറ്റാണ് ഇപ്പൊ ഞാൻ നടത്തുന്നത് എന്നൊരു പുരുഷൻ ചിന്തിക്കുന്നത്. ഞാൻ അത്ര അർത്ഥം വെച്ചാ പോരെ? ഇനിയും പറഞ്ഞു തരണോ? അത് കൂടുതൽ ഈ കുട്ടികൾ ഇവിടെ ഇരിക്കുമ്പോ ഞാൻ ആ വിഷയം വല്ലാതെ പറയാൻ പറ്റൂല. അത് വളരെ ബഹ്തർ ഹേ എന്ന് പറഞ്ഞാൽ വെരി ഗുഡ് എന്നാ, അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യന്റെ ഹൃദയം അല്ലാഹുവിന്റെ റസൂലിൽ അങ്ങോട്ട് ലയിച്ചു പോയി കഴിഞ്ഞാൽ അത് अपने बैल और गद्दे की सूरत में मुस्तगरिक होने से बुरा है. സ്വന്തം മൂരി കഴുതയിൽ അവന്റെ ചിന്ത ലയിച്ചു പോകുന്നതിനേക്കാൾ വൃത്തികെട്ടതാണ്. ഭാര്യയുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഭാര്യനെ മറന്നിട്ട് മറ്റേ പെണ്ണാണ് ഓന്റെ മനസ്സിലെങ്കിൽ ബഹ്തറേ, അത് നല്ല ഇൻട്രസ്റ്റബിൾ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അനുഭവമാണോന്ന് അറിയില്ല. പക്ഷെ നിസ്കാരത്തിൽ അല്ലാഹുവിന്റെ റസൂലിൽ വിലയം പ്രാപിക്കുന്നത് അത് കാളയിലും കഴുതയിലും ലയിക്കുന്നതിനേക്കാൾ ബുരാഹേ, വെരി ബാഡ്, വളരെ മോശമാണ്. എന്തായിരിക്കും അതിന്റെ കാരണം? ഞാൻ ഈ വരികൾ വായിച്ച് ഒരുപാട് ഇതിന് ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ വരികളെ എങ്ങനെങ്കിലും ന്യായീകരിച്ചുകൊണ്ട് ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചിന്തിച്ചൊരു മനുഷ്യനാണ് ഞാൻ. പ്രത്യേകിച്ച് ഞാൻ പുല്ലാര ദർസ് നടത്തുന്ന കാലത്ത് പ്രത്യേകിച്ചു അവിടെ ധാരാളം തബ്ലീഗിന്റെ പ്രവർത്തകന്മാർ വരാറുള്ളത് കൊണ്ട് അന്ന് അക്കാലത്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു തൗജീഹ് കിട്ടുമോ എന്ന് ആലോചിച്ചൊരു മനുഷ്യനാണ് ഞാൻ. പക്ഷെ അതിന്റെ താഴെ വരികൾ എന്നെ സ്തബ്ധനാക്കി. ഒരു സപ്പോർട്ടിങ്ങിനും ഒരു തൗജീഹിനും ഒരു ന്യായീകരണത്തിനും ഇടം വരുത്താത്ത വിധം ശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പച്ചയായിട്ട് വ്യഭിചരിക്കുന്ന വിധത്തിലുള്ള വ്യാഖ്യാനവും വിശദീകരണവുമാണ് ഇദ്ദേഹം നൽകിയത്. എന്താണെന്നറിയോ? മനസ്സിൽ റസൂലാകുമ്പോൾ അതിൽ തഅ്ലീമാണുള്ളത്, പക്ഷേ മനസ്സിൽ കഴുതയാകുമ്പോൾ അതിൽ നിസ്സാരഭാവമാണുള്ളത്. ആദരവോടുകൂടി അല്ലാഹുവിന്റെ റസൂലിനെ കാണൽ അത് ശിർക്കാണ്. കണ്ടോ? ശിർക്ക് എന്ന് പറഞ്ഞാൽ ആദരവാണോ? ആദരവാണോ ആരാധന എന്ന് പറയുന്നത്? റബ്ബും ഇലാഹും എന്ന വിശ്വാസത്തിൽ നടത്തുന്ന വണക്കമാണ് ഇബാദത്ത്. ആ ഇബാദത്തിന്റെ ഒരു ഇനമാണ് ദുആർക്കൽ, അല്ലാതെ പിന്നെ ആദരവല്ല. അള്ളാഹുവിന്റെ റസൂലിനെ ബഹുമാനിച്ച് റസൂലിന്റെ കാൽപാദങ്ങളിൽ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് ചുംബനമർപ്പിച്ചവരാണ് സ്വഹാബിമാർ. അത് ശിർക്കായിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പുണ്ടായിരുന്ന പ്രവാചകനായ യൂസുഫ് നബി അലിഹിസ്സലാമിന്റെ മുമ്പിൽ സുജൂദിൽ കടന്നവരാണ് മറ്റുള്ള ആളുകൾ ആദരവിന് വേണ്ടി. അന്ന് സുജൂദ് ഹറാമായിരുന്നില്ല. സുജൂദ് ഹറാമായിരുന്നില്ല അക്കാലത്ത്. ആദം നബി അലൈഹി സ്വലാം മുതൽക്ക് ഈസാ നബി വരേക്കുമുള്ള ഉമ്മത്തീങ്ങളില് നെറ്റിത്തടം നിലത്ത് വെച്ചുകൊണ്ട് സുജൂദിൽ കടന്നുകൊണ്ട് ആദരവ് കാണിക്കുക എന്നത് ഹറാമായിരുന്നില്ല. പിന്നെ നമ്മളെ ഉമ്മത്ത് വന്നപ്പോൾ നമ്മളെ ഉമ്മത്തീങ്ങൾക്ക് അത് ഹറാമായത് വേറെ കാര്യം. അപ്പൊ ആദരവിന് വേണ്ടിയുള്ള സുജൂദ് പോലും ഹറാമല്ലാത്തൊരു കാലുണ്ടായിരുന്നു. എന്നിട്ട് ആദരവാണ് ആരാധന, അതുകൊണ്ട് അത് ശിർക്കാണ് എന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ശുദ്ധ വഹാബിവാദം ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി എഴുതി വിട്ടതാണ് ഈ കാര്യം. ഇതിന്റെ ആൾക്കാരാ തബ്ലീഗ് ജമാഅത്തുകാർ എന്ന് പറയുന്നത്. തഖ്വിയത്തുൽ ഈമാനിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? റിസാലത്തു തംബീഹിന്റെ 148-ാമത്തെ പേജിൽ അത് ഉദ്ധരിച്ച് അത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്നറിയോ?
ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം. നമ്മളെ മുത്താലിമിനോട് തന്നെ ചോദിക്കട്ടെ. മുത്താലിമിനോട്, നിങ്ങളെ പേരെന്താ? സൈഫുള്ള. സൈഫുള്ള ഒന്ന് എഴുന്നേറ്റ. സൈഫുള്ളാനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ എത്ര ബസ് ഉണ്ട്? പറഞ്ഞോളൂ. അറിയെങ്കിൽ അറിയുന്നു, അറിയില്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞോളൂ. അറിയില്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, എന്താണത്? അള്ളാഹു. പിന്നെ ചിലപ്പോൾ എന്തു പറയും? അള്ളാഹു വ റസൂലുഹു ആയാലും, അല്ലേ? രണ്ടും പറയാറില്ലേ? ചിലപ്പോൾ നമ്മൾ അള്ളാഹു ആയാലും എന്ന് പറയും, ചിലപ്പോൾ അള്ളാഹു വ റസൂലുഹു ആയാലും എന്ന് പറയും. അള്ളയും അവന്റെ റസൂലാണ് ഏറ്റവും ഇൽമുള്ള ആൾക്കാർ എന്ന് പറയും. അങ്ങനെ നമ്മൾ പറയും. എനിക്കറിയില്ല എന്നുള്ള അതിന്റെ മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രതികരിക്കും. എന്നാൽ അങ്ങനെ പറഞ്ഞു പോയാൽ അത് ഹറാമാണ്, അത് ശിർക്കിന്റെ വാചകമാണ് എന്നാണ് ഇദ്ദേഹം എഴുതി വച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എത്രയോ സ്വഹാബിമാർ മുശ്രിക്കായി പോവേണ്ടി വരും. മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ 50 ദിവസത്തിലധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും കഅബ് ഇബ്നു മാലിക് തങ്ങളെ ബഹിഷ്കരിച്ചില്ലേ? ബഹിഷ്കരിച്ച് സ്വന്തം ഭാര്യയെ സമീപിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം അദ്ദേഹത്തിന് വന്നില്ലേ? സലാം ചൊല്ലപ്പെടുന്നില്ല, സലാം ചൊല്ലിയാൽ മടക്കുന്നുമില്ല. ആ സമയത്ത് മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കുറ്റബോധത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ, തൗബയുടെ മനസ്സുമായി നടക്കുമ്പോൾ, തന്റെ ഉറ്റമിത്രമായ അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ചോദിച്ച ചോദ്യം എന്താണ്? ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയാണ്, അബൂ ഖതാദ, നിനക്കറിയില്ലേ ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് നിനക്കറിയില്ലേ? ആ സമയത്ത് അബൂ ഖതാദ പറഞ്ഞ മറുപടി എന്താണ്? അല്ലാഹു വ റസൂലുഹു അഅലം. കണ്ടോ, എനിക്കറിയില്ല എന്നുള്ള അർത്ഥത്തിന് അല്ലാഹു വ റസൂലുഹു അഅലം എന്നാ പറഞ്ഞത്. അങ്ങനെ എത്ര സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ നബിയും സഹാബിമാരും 150 സഹാബിമാരും ഒന്നായിട്ട് അബൂ തൽഹ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ആകെ 3 ആൾക്കുള്ള ഭക്ഷണമാണ് വീട്ടിലുള്ളത്. ബേജാറായി അബൂ തൽഹ, ബേജാറായി. നബിയും സഹാബത്ത് ഇങ്ങനെ വരുന്നതാ കാണുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ബേജാറായിട്ട് നേരെ അടുക്കളയിൽ ചെന്നിട്ട് ഉമ്മു സുലൈം ബീവിയോട് ചോദിക്കുകയാണ്, ഉമ്മു സലമയോട് ചോദിക്കുകയാണ്, ഉമ്മു സലമ, എന്താ നമ്മളെ വീട്ടിൽ വല്ലതും ഉണ്ടോ? അതിന് ഉമ്മു സലമ പറഞ്ഞ മറുപടി എന്താ അറിയോ? അല്ലാഹു വ റസൂലുഹു അഅലം. അല്ലാഹു റസൂലുള്ളാഹു പറഞ്ഞു. കാഫിറായോ? എന്നിട്ട് അതിനെപ്പറ്റി ഇദ്ദേഹം തഖവിയത്തുൽ ഈമാനിൽ പറയാണ്, അതൊക്കെ ശിർക്കാണ്, അങ്ങനെ റസൂലുള്ളാഹിനെ പൊന്തിക്കാൻ പറ്റൂല. അപ്പൊ ഇങ്ങനെ മുഹമ്മദുർ റസൂലുള്ളാഹിയിലും ലാ ഇലാഹ ഇല്ലല്ലാഹിലും അറബി പയ്യനാണെന്ന് പറയുന്ന വിശ്വാസം, അതുപോലെ തന്നെ അല്ലാഹു റസൂലുഹു അഅലം എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്ന വിശ്വാസക്കാരന്റെ നിസ്കാരത്തിന്റെ താടിക്ക്, അതുപോലെ അവന്റെ നെറ്റിത്തടത്തിലുള്ള നിസ്കാരത്തിന്റെ തകപ്പിന്, അവന്റെ നീണ്ട ജുബ്ബയ്ക്ക് എന്ത് പ്രാധാന്യമാണുള്ളത്? നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും ഇമാമ് ദുആർക്കുമ്പോൾ ഭവ്യതയോടുകൂടി ഭക്തിസാന്ദ്രമായ ആമീൻ പറയുന്ന സമ്പ്രദായം നമ്മളെ നാട്ടിലുണ്ട്. ഞാൻ അതിന്റെ തെളിവൊന്നും ഇവിടെ പറയുന്നില്ല. അതൊക്കെ നമ്മളെ ഫത്തുഹുൽ മീൻ പോലുള്ള കിതാബുകളൊക്കെ സവിസ്തരം വിശദീകരിച്ചുകൊണ്ട് ഇവിടെ നടപ്പിലാക്കിയ കാര്യങ്ങളാ. നമ്മളിങ്ങനെ ഭക്തിസാന്ദ്രമായിട്ട് ആമീൻ പറയുമ്പോൾ അപ്പുറത്ത് ഇപ്പുറത്ത് ഇവരും പൊന്തിച്ചിട്ടുണ്ടാവും കയ്യ്, പക്ഷെ ആമീൻ പറയില്ല. ആമീൻ പറയുമ്പോൾ ഇവർക്ക് ഛർദ്ദിക്കാൻ വരിക. ജൂതന്മാർക്കല്ലേ ആമീൻ പറയുമ്പോൾ ഛർദ്ദിക്കാൻ വരില്ലേ? ഇസ്ലാമിനോടും മുസ്ലിമിനോടും ജൂതന്മാർക്കുള്ള അസൂയയുടെ ഏറ്റവും വലിയ അടയാളം ആമീൻ എന്ന വചനമാണ്. അതേ ശൈലി സ്വീകരിച്ചിരിക്കുകയാണ് തബ്ലീഗ് ജമാഅത്തുകാർ. എത്രയോ അനുഭവങ്ങളുണ്ട്, ഞാൻ അനുഭവത്തിന്റെ പിന്നാലെ പോകുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പുസ്തകത്തിൽ തന്നെ ഇപ്പൊ നമ്മളെ പള്ളി, ഈ മഹല്ല് ഏതാണ്? മഹല്ല് പയ്യനാട് മഹല്ല് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ, കേരളത്തിൽ തന്നെ വളരെ പഴക്കമുള്ള പുരാതനമായ, നൂറ്റാണ്ടുകൾ എത്രയാണെന്ന് എനിക്കറിയില്ല, ഒരു 3-4 ഒക്കെ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അത്രയും പഴക്കമുള്ള നമ്മുടെ പയ്യനാട് പള്ളി. ആ പയ്യനാട് പള്ളിയിൽ എത്രയോ ജുമഅക്ക് കൂടിയ ആൾക്കാർ ഇവിടെ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, അവിടെ മിമ്പർമ കയറുമ്പോ ഒരു വാള് പിടിക്കലില്ലേ ഖത്തീബ്? ഇല്ലേ? ആ വാള് പിടിക്കുന്നത് റസൂലുള്ളാഹിന്റെ സുന്നത്തല്ലേ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പിടിക്കാറുണ്ടായിരുന്നു എന്ന് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിലില്ലേ? അതിന്റെ വെളിച്ചത്തിൽ ഷാഫിഈ മദ്ഹബിന്റെ ഇമാമുമാരുടെ കിതാബുകളിൽ അക്കാര്യം സുന്നത്താണെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ലേ? എന്നാൽ കേരളത്തിലുള്ള തബ്ലീഗ് ജമാഅത്തിന്റെ അവരുടെ നേതാവ് അല്ലെങ്കിൽ അവരുടെ പ്രതിനിധി എന്നറിയപ്പെടുന്ന സാക്ഷാൽ അബുൽ ഖൈർ മൗലവി, അദ്ദേഹം എന്താണ് എഴുതി വെച്ചത്? 314 പേജിൽ, ഈ പുസ്തകത്തിന്റെ 314 പേജിൽ അദ്ദേഹം എഴുതി വെച്ചത് എന്താണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ഒന്ന് മനസ്സിലാക്കണം. എന്താണ് അദ്ദേഹം പറയാണ്? കണ്ടോ, കേരളത്തിൽ സഹാബാക്കളുടെ കാലത്ത് തന്നെ ദീനെത്തിയതാണ്. അന്നു മുതലുള്ള നടപടിക്രമങ്ങളാണ് നാം അനുഷ്ഠിച്ചു വരുന്നത് എന്ന് ബിദ്അത്ത് നടത്തുന്നവർ പറയുന്നുണ്ടല്ലോ. ഒരു ചോദ്യമാണ് ഇത്, സമസ്ത പറ്റിയുള്ള ചോദ്യം കേട്ടോ. അതിന് അദ്ദേഹം പറയുന്ന മറുപടി, സഹാബത്തിന്റെ കാലത്ത് തന്നെയാണ് ഷിയഇസം ഉടലെടുത്തതും. സഹാബത്തിന്റെ കാലത്ത് തന്നെയാണല്ലോ ഷിയാക്കളും വന്നത്. അലി റളിയല്ലാഹു അൻഹു കാലത്ത് ഇസ്ലാമിന്റെ ഭരണകേന്ദ്രമായിരുന്നു കൂഫ. അപ്രകാരം മറ്റു പല അറബ് പ്രദേശങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇസ്ലാം എത്തിയിരുന്നു. എന്നാൽ അതിൽ പല പ്രദേശങ്ങളും ഇന്ന് ഷീഇകളുടെ കരങ്ങളിലല്ലേ? അതെങ്ങനെ സംഭവിച്ചു? ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഷീഇ പ്രസ്ഥാനമുണ്ടായി. അതിന്റെ വക്താക്കൾ എല്ലാ പ്രദേശത്തേക്കും ചേക്കേറി. അവരുടെ ആചാരങ്ങൾ ആ പ്രദേശങ്ങളിലേക്കെല്ലാം കയറ്റി അയക്കപ്പെട്ടു. ഖവാരിജുകളും ആ കാലത്തല്ലേ ഉണ്ടായത്? ചില ആൾക്കാർ അലി റളിയല്ലാഹു അൻഹു പടച്ചവനാണെന്ന് വാദിച്ചു. ഞാൻ നിങ്ങളെ തീയിലിട്ട് ചുട്ടുകൊല്ലുമെന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ താങ്കൾ പടച്ചവനാണെന്ന് ഇപ്പോൾ നല്ലതുപോലെ ബോധ്യമായി. കാരണം തീ കൊണ്ട് ശിക്ഷിക്കുന്നത് പടച്ചവനാണല്ലോ. ആ കക്ഷികൾ പല വിഭാഗങ്ങളായി പിരിഞ്ഞു. അവരിൽ അലി റളിയല്ലാഹു അൻഹു പടച്ചവനാണെന്ന് വാദിക്കുന്ന വിഭാഗമാണ് ഖവാരിജുകൾ. അവരിൽ ഹശബിയാക്കൾ എന്നൊരു വിഭാഗം ഉണ്ടായി. മരം കൊണ്ട് മാത്രമേ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ എന്നതായിരുന്നു അവരുടെ വാദം. നമ്മുടെയൊക്കെ പല മിമ്പറുകളിലും മരത്തിന്റെ വാള് അങ്ങനെ വന്നതാണ്. എങ്ങനെ വന്നതാണ്? അലി റളിയല്ലാഹു അൻഹു പടച്ചവനാണെന്ന് വാദിക്കുന്ന ഖവാരിജുകളിൽപ്പെട്ട ഹബശിയാക്കളുടെ നടപടിയും ആചാരവുമാണത്രേ മിമ്പർമ പിടിച്ചുള്ള വാള്. ഇതാരാ ഇത്? മലയാളത്തിലാണ് സഹോദരന്മാരെ, ഉറുദൂലല്ലേ. എന്റെ ഉമ്മമാരെ നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവില്ല. മിമ്പർമ കയറുമ്പോ വാള് പിടിക്കാന്ന് പറഞ്ഞ മരത്തിന്റെ വാള് ഞങ്ങളൊക്കെ പിടിക്കലുണ്ട്. അത് നബിയുടെ സുന്നത്താണ്. ആ സുന്നത്തിനെ അലി റളിയല്ലാഹു അൻഹു പടച്ചോനാണെന്ന് വാദിച്ച ഒരു വിഭാഗത്തിൽപ്പെട്ട ഹബശിയാക്കൾ എന്ന് പറയുന്ന ആ പിഴച്ച കക്ഷിക്കാർ കൊണ്ടുവന്ന ആ ആചാരമാണ് എന്ന് എഴുതി വെച്ചത് ആരാണ്? തബ്ലീഗേര പള്ളിയിൽ ഒരു പക്ഷേ വാളുണ്ടാവില്ല. അതില്ലായിരിക്കാൻ കാരണം ഈ വിശ്വാസമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കും. മുഹിയുദ്ദീൻ മാലയും കുത്തുബിയത്തും. എന്താ കുത്തുബിയത്ത് എന്ന് പറഞ്ഞാല്? അള്ളാഹുവിനെ കൊണ്ട് സമാരംഭിച്ചുകൊണ്ട് അള്ളാഹുവിനെ കൊണ്ട് അവസാനിപ്പിക്കുന്നതിനിടയിൽ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ നാമത്തെ വിളിക്കുന്ന പരിപാടിയല്ലേ കുത്തുബിയത്ത്. ഇതിന്റെ മാതൃക എന്താണെന്ന് റസൂലുള്ള പഠിപ്പിച്ചു തന്നെയാണ്. കണ്ണു കാണാത്ത സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട്, നബിയെ എനിക്ക് കാഴ്ച കിട്ടാൻ വേണ്ടി ദുആർക്കണം നബിയെ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താണ്? നീ ഒദു ചെയ്യുക, ശരിയായ വിധത്തിൽ ചെയ്യുക, എന്നിട്ട് 2 റക്അത്ത് ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിച്ചുകൊണ്ട് സലാം വീട്ടിയതിനു ശേഷം ഖിബ്ലയിലേക്ക് അഭിമുഖീകരിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് ഇപ്രകാരം ദുആർക്കുക. ഇപ്രകാരം അല്ലാഹുവിനെ കൊണ്ട് ആരംഭിച്ച് അല്ലാഹുവിനെ കൊണ്ട് അവസാനിപ്പിക്കുന്നതിനിടയിൽ എന്നെ വിളിച്ചുകൊണ്ട് നീ ദുആ ചെയ്യുക. ഖുതുബിയത്തിന്റെ തുടക്കം അങ്ങനെയല്ലേ? ഇന്നബ്തഅത് ഗാറത്തുൽ അർഹാമി വബ്തഅദത് അന്നാ ഫഅസ്റഉ ശൈഇൻ ഗാറത്തുല്ലാഹി യാ ഗാറത്തല്ലാഹി ഹുസ്സി സൈറ മുസ്രിഅതൻ ഫീ ഹല്ലി ഉഖദതിനാ യാ ഗാറത്തല്ലാഹി. ഖുതുബിയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ? യാ അല്ലാഹു യാ അല്ലാഹ് ഫർജിനാ മിൻ വാബാ യാ അല്ലാഹു യാ അല്ലാഹ് ഫർഹിനാ ബിന്നൂബ ബിസുൽത്താനി മുഹിയുദ്ദീൻ ഉൻസുർനാ യാ അല്ലാഹ് അജ്ജിൽനാ ബിൽ ഫത്ഹി യാ അല്ലാഹു യാ അല്ലാഹ് എന്ന് അല്ലാഹുവിനെ കൊണ്ട് ആരംഭിച്ചുകൊണ്ട് അല്ലാഹുവിനെ കൊണ്ട് അവസാനിപ്പിക്കുന്നതിനിടയിൽ യാ ഗൗസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കുന്ന പരിപാടിയല്ലേ കുത്തുബിയത്ത്. ആ കുത്തുബിയത്തിന്റെ സമാനമായ മാതൃക കാഴ്ചയില്ലാത്ത സ്വഹാബിക്ക് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തപ്പോ പറഞ്ഞു കൊടുത്തത് എന്താണ്?
അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയ്യിക നബിയ്യിർ റഹ്മ യാ മുഹമ്മദു യാ റസൂലല്ലാഹ് ഇന്നി അതവജ്ജഹു ബിക ഇലല്ലാഹ് അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയ്യാ. അള്ളാഹുവിനെ കൊണ്ട് ആരംഭിച്ച് പുന്നാരബിയെ കൊണ്ട് തവസ്സുലാക്കി അള്ളാഹുവിനെ കൊണ്ട് അവസാനിപ്പിക്കുന്നതിനിടയിൽ മുഹമ്മദ് നബിയെ വിളിക്കുന്ന ദുആ അള്ളാഹിനോടാണ്, വിളി മുഹമ്മദ് നബിയോടാണ്. രണ്ടാണ്, രണ്ടും ഒന്നാക്കണ്ട. ഇത് റസൂലുള്ള പഠിപ്പിച്ചല്ലേ, ഇത് സഹീഹായ ഹദീസല്ലേ, ആ തത്വം തന്നെയല്ലേ കുത്തുബിയത്തിലുള്ളത്. എന്നാൽ ആ കുത്തുബിയത്തിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മുഹിയുദ്ദീൻ മാലയെ സംബന്ധിച്ച് ഇതേ പുസ്തകത്തിന്റെ 133-ാമത്തെ പേജിൽ തബ്ലീഗ് ജമാഅത്തുകാരൻ എന്താ പറയുന്നത്? ജനങ്ങളുടെ അഖീദ പഠിപ്പിക്കുവാൻ വേണ്ടി തബ്ലീഗ് ജമാഅത്തുകാരൻ പറയുന്നത് എന്താണ്? കേരളവും ഷിയാ ഭീഷണിയും എന്ന അധ്യായത്തിലാണിത് പറയുന്നത്. ഒരു പ്രാമാണിക നബി ചരിത്ര ഗ്രന്ഥത്തിലും കാണാത്ത കെട്ടുകഥകൾ പ്രവാചകന്റെ പേരിൽ ചുമത്തുന്ന ചില മൗലിദുകളുടെ കർത്താക്കൾ അജ്ഞാതരായതിന്റെ യുക്തിയെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. ഒരു പുതിയൊരു CBI കമ്മിറ്റിയിട്ട് വന്നിക്കവര് അന്വേഷിക്കേണ്ടതുണ്ട്. അന്വേഷിച്ചോട്ടെ, നിങ്ങളൊന്ന് അന്വേഷിക്കുക ബിരികേറ. എന്നിട്ട് പറയാ, കുത്തുബിയത്ത്, മുഹിയുദ്ദീൻ മാല തുടങ്ങിയ അജ്ഞാത കൃതികൾ യഥാർത്ഥത്തിൽ ആരുടെ സൃഷ്ടികളാണ്? മലയാളക്കരയിൽ ഷിയാ സാന്നിധ്യം എന്നാണ് ആരംഭിച്ചതിനെ കുറിച്ച് പഠനങ്ങളൊന്നും നടന്നതായി അറിവില്ല. ഇവിടെ വന്ന പല സൂഫികളും ഷിയാക്കളാവാൻ സാധ്യതയുണ്ട്. ഇബ്നു ബത്തൂത്ത കേരളം സന്ദർശിച്ച വേളയിൽ കോഴിക്കോട്ടെ മതാധ്യക്ഷൻ ശിഹാബുദ്ദീൻ കാസറൂനി എന്നൊരാളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത്തരം അജ്ഞാത വ്യക്തിത്വങ്ങളുടെ മതവീക്ഷണത്തെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല. കുത്തുബിയത്ത്, മുഹിയുദ്ദീൻ മാല തുടങ്ങിയ അജ്ഞാത കൃതികൾ യഥാർത്ഥത്തിൽ ആരുടെ സൃഷ്ടികളാണ്? കേരളത്തിൽ നേർച്ചകളും ജാറങ്ങളും പ്രചരിപ്പിച്ചത് ഷിയാക്കളാണ്. കണ്ടോ? നേർച്ചയും ജാറങ്ങളൊക്കെ ഷിയാക്കളുടേതാണ്. വഹാബി ആശയം, മൂത്ത വഹാബിയത്തിന്റെ നമ്മുടെ മുന്നിലുള്ള സമൂർത്തമായ ഭാവമാണ്, രൂപമാണ് തബ്ലീഗ് ജമാഅത്ത് എന്നല്ലേ പഠിപ്പിക്കുന്നത്? തീർന്നില്ല. നിങ്ങൾ നോക്കൂ, കുത്തുബിയത്ത് ആരെങ്കിലും, ഈ നാട്ടുകാരെങ്കിലും കുത്തുബിയത്തിൽ പങ്കെടുത്തോലുണ്ടോ? ഉണ്ടോ? നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? നിങ്ങൾ കുത്തുബിയത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പടച്ചോനെ മറന്നീന്നോ? അപ്പോ കുത്തുബിയത്തിൽ പങ്കെടുത്തപ്പോ നിങ്ങൾക്ക് അള്ളാനെ മറന്നീന്നോ? ഇല്ലാന്നല്ലേ. എന്നാൽ തബ്ലീഗ് ജമാഅത്തുകാരൻ അവരുടെ ഖുർആൻ പരിഭാഷയായ മആരിഫുൽ ഖുർആൻ എന്ന ഖുർആൻ പരിഭാഷയുടെ അൻആം സൂറത്തിന്റെ 15 മുതൽ 21 വരെയുള്ള ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് എന്താ പറയുന്നത്? ഖേദകരമെന്ന് പറയട്ടെ, ഖുർആനിന്റെ ഈ വ്യക്തമായ പ്രഖ്യാപനവും ജീവിതകാലമത്രയും റസൂലുള്ളാഹി നൽകിയ അധ്യാപനങ്ങളും ഉണ്ടായിട്ടും പിന്നെയും ഈ സമുദായം വഴിതെറ്റുകയും അള്ളാഹുവിന് മാത്രമുള്ള അധികാരമെല്ലാം സൃഷ്ടികൾക്ക് വീതിച്ചു കൊടുക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇന്ന് മുസ്ലിങ്ങളിൽ ധാരാളം ആളുകൾ തനിക്ക് എന്തെങ്കിലും വിപത്തുകൾ എത്തുമ്പോൾ അള്ളാഹുവിനെ വിളിക്കുകയും അവനോട് സഹായം തേടുകയും ചെയ്യുന്നതിന് പകരം മറ്റ് പലരെയും വിളിക്കുകയും അവരോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ പോലും അവർക്കുണ്ടാകുന്നില്ല. ഇസ്തിഗാസനെ പറ്റിയും കുത്തുബിയത്തിനെ പറ്റിയാ ഈ പറയുന്നത്. ഇത് വഹാബി ആശയല്ലേ? അതാ കേരളത്തിൽ വഹാബിസം വരുന്നതിന്റെ ഒരു നൂറ്റാണ്ടിന്റെ മുമ്പ് തന്നെ പ്രത്യക്ഷപ്പെട്ട വഹാബിസത്തിന്റെ ഉത്തരേന്ത്യൻ പ്രചാരണ വിഭാഗമാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് പറയുന്നത്. വേഷത്തിന്റെ മനോഹാരിതയും അതുപോലെ ഭാവത്തിന്റെ അതിന്റെ ആകർഷണീയതയും നോക്കിക്കൊണ്ടല്ല ഒരു പ്രസ്ഥാനത്തെ നമ്മൾ വിലയിരുത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഖവാരിജിയാക്കളും ഷിയാക്കളൊക്കെ വലിയ മഹാന്മാരായിട്ട് കാണേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇനി നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ റബീഉൽ അവ്വൽ 12-നും റബീഉൽ ആഖിർ 11-നും റമദാൻ 17-നൊക്കെ മഹാന്മാരുടെ പേരിൽ നേർച്ച നടത്താറുണ്ട്. മഹാന്മാരുടെ പേരിൽ നേർച്ച, അതൊക്കെ ശിർക്കാണെന്നല്ലേ വഹാബികൾ പറയുന്നത്. നേരത്തെ പറഞ്ഞതും എന്താണ്? കുത്തുബിയത്ത് ശിർക്കാണ് എന്നൊക്കെയല്ലേ പറഞ്ഞത്. എന്നാൽ നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം എന്റെ സഹോദരിമാർക്ക് മനസ്സിലാവാൻ വേണ്ടി. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അൻസാരികളുടെ നേതാവാണ്. ചരിത്രം ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല. ഒരു വയലനാണെങ്കിൽ നിങ്ങളൊക്കെ ചരിത്രം പറഞ്ഞാൽ ഒരുപാട് എനിക്ക് പറയാൻ കഴിയുമായിരുന്നു. പക്ഷെ ഞാൻ ആ വഴിക്ക് പോകുന്നില്ല.
എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അബൂ അയ്യൂബൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലല്ലേ അള്ളാഹുവിന്റെ റസൂൽ 53-ാമത്തെ വയസ്സിൽ സന്തത സഹചാരിയായ സിദ്ദീഖുൽ അക്ബർ തങ്ങളോടൊപ്പം ഹിജ്റ പലായനം നിർവഹിച്ചുകൊണ്ട് മദീനയിലേക്ക് എത്തിക്കൊണ്ട് ഒട്ടകം മുട്ടുകുത്തി 10-16 ദിവസം താമസിച്ച് അനുഗ്രഹിക്കപ്പെട്ട മഹാൻ അബൂ അയ്യൂബൽ അൻസാരി റളിയല്ലാഹു അൻഹു. ആ അബൂ അയ്യൂബൽ അൻസാരി റളിയല്ലാഹു തആല റസൂൽ വഫാത്തായി. 1-ാം ഖലീഫ, 2-ാം ഖലീഫ, 3, 4 ഖലീഫമാരൊക്കെ വഫാത്തായി. മദീനയുടെ ഭരണത്തിന്റെ സാരിത്യത്തിലേക്ക് പിന്നെ കടന്നു വന്നത് ആരാണ്? മർവാൻ. മർവാൻ എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു പറയാനൊന്നും നിൽക്കണ്ട. ആ മർവാൻ നല്ല ഭരണക്കാരനല്ല. അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ അവസ്ഥകൾ ഞാൻ അവിടെ പറയുന്നില്ല. മർവാന്റെ ഭരണത്തിൽ ദുഃഖിച്ചുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് കരച്ചിൽ വന്ന മഹാൻ അബൂ അയ്യൂബൽ അൻസാരി തങ്ങൾ എവിടുക്കാ പോകുന്നത്? പുന്നാര നബിയുടെ ഖബറിടത്തിലേക്ക് പോയിട്ട് അവിടുത്തെ കവളിനെ ചേർത്ത് വെച്ചുകൊണ്ട് സങ്കടപ്പെടുകയാണ്. അപ്പോഴാണ് ബാക്കിൽ നിന്നൊരു വിളി വരുന്നത്, യാ അബാ അയ്യൂബ് അത്തഅലമു മാദാ തസ്ന, എന്താ നീ ചെയ്യുന്നത്? തിരിഞ്ഞു നോക്കുമ്പോ മർവാൻ തന്നെയാണ്. ആ സമയത്ത് അബൂ അയ്യൂബൽ അൻസാരി തങ്ങൾ പറഞ്ഞ മറുപടി ഇത് ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്താണ്. ഹദീസിനൊരു കുറവുമില്ല. എന്താണെന്നറിയോ? ഇന്നീലം ആത്തിൽ ഹജറ, ഞാൻ കല്ലിലേക്ക് വന്നവനല്ല, വലാകിൻ അതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിയുടെ അരികിലാണ് വന്നത്. ഇന്നീ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തബ്കു അലദ്ദീനി ഇദാ വലിയഹു അഹ്ലുഹു വലാകിൻ ബകു അലൈഹി ഇദാ വലിയഹു ഗൈറു അഹ്ലിഹി. അനർഹരാണ് ദീനിന്റെ ഭരണം നടത്തുന്നതെങ്കിൽ കരഞ്ഞുകൊള്ളുവിൻ, അർഹരാണെങ്കിൽ നിങ്ങൾ കരയണ്ട. ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത് എന്ന് അബൂ അയ്യൂബൽ അൻസാരി തങ്ങൾ പറയാം. ഇത് ശിർക്കാണോ? എന്താണ് തബ്ലീഗുകാരന്റെ അടുക്കൽ ശിർക്ക്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ, ഞാൻ എന്നോട് മുമ്പൊരിക്കൽ തബ്ലീഗ് ജമാഅത്തുകാരന്റെ ഒരാളെന്നോട് ഔദ്യോഗികമായിട്ടുള്ള ഒരാളെന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിൽ നിങ്ങൾക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അതതിന്റെ മറുപടി. തബ്ലീഗ് ജമാഅത്തുകാരൻ എന്താണ് കുഴപ്പം? ഒറ്റ വാക്കിലുള്ള മറുപടി എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിൽ അവർ പഴച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ പിന്നെയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അവരുടെ ഖുർആൻ പരിഭാഷയായ മആരിഫുൽ ഖുർആനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണെന്നറിയോ? മക്കാ മുശ്രിക്കുകൾ തങ്ങളുടെ വിഗ്രഹത്തിന്റെ നാമത്തിൽ അറുക്കാറുണ്ടായിരുന്നു. വിവരമില്ലാത്ത ചിലർ ശൈഖന്മാരുടെ പേരിലും അറുക്കാറുണ്ട്. ഇത് നിഷിദ്ധവും വ്യക്തവുമായ ശിർക്കാണ് എന്നാ പറഞ്ഞത്. ശിർക്ക്. മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളെ പേരിൽ അറുക്കുക എന്ന് പറഞ്ഞാൽ മുഹ്യിദ്ദീൻ ശൈഖിന്റെ പേരും പറഞ്ഞിട്ട് അറുക്കുക എന്നല്ല. മുഹ്യിദ്ദീൻ ശൈഖ് അറവ് അല്ലാഹ് തന്നെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അറവിന്റെ മന്ത്രം. അതിന്റെ പുണ്യമാണ് മുഹ്യിദ്ദീൻ ശൈഖ്. കുട്ടിന്റെ പേരിൽ നിന്ന് അറിവുണ്ട്, നിങ്ങളൊക്കെ വരുകൊണ്ടു എന്ന് നമ്മൾ പറയാറില്ല ഹഖീഖത്തിനെ പറ്റി. അതിന്റെ അർത്ഥം കുട്ടി ഇലാഹാന്നാണ്. അറവ് അല്ലാഹുവിനാണ്, പക്ഷെ അതിന്റെ ഗുണം കുട്ടിക്കാണ് എന്നാ. അതല്ലേ അതിന്റെ അർത്ഥം? ഇത് തിരിയാത്തൊരു മുസ്ലിം ഉണ്ടോ നമ്മളെ നാട്ടില്? ഉണ്ടോ? എന്നിട്ട് അതിനെക്കുറിച്ച് തബ്ലീഗുകാരൻ പറയുന്നത് എന്താണ്? അത് ശിർക്കും കുഫ്റുമാണ്. ഒരു വരി 2 വരിയൊന്നല്ല. മിഠായി, പലഹാരങ്ങൾ മുതലായവ ഹിന്ദുക്കൾ വിഗ്രഹങ്ങൾക്ക് വേണ്ടിയും വിവരമില്ലാത്ത ചില മുസ്ലിങ്ങൾ മഹാത്മാക്കളുടെ മക്ബറയിലേക്കും കാണിക്കയായി നൽകാറുണ്ട്. പണ്ഡിതന്മാർ ഇതിനെ വമാ ഉഹില്ല ബിഹി ഗൈരില്ലാഹിൽ ഉൾപ്പെടുത്തി അത് ഭക്ഷിക്കുന്നതും ഭക്ഷിപ്പിക്കുന്നതും ക്രയവിക്രയം ചെയ്യുന്നതും നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് പണ്ഡിതനാ പറഞ്ഞത്? പണ്ഡിതന്മാരുടെ പേരിലും കളവ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. എത്രത്തോളം എന്നോട് തന്നെ ഒരു തബ്ലീഗിന്റെ ഔദ്യോഗികമായ ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളും കൂടെ ജമാഅത്തിന് പോരുമെന്ന് ചോദിച്ചു. ജമാഅത്ത് 4 പീസൊക്കെ നീട്ടിക്കുന്ന ഒരു പരിപാടിയുണ്ട്, ബിരിയാണിയൊക്കെ നല്ലോണം കിട്ടും, നല്ല പൈസയും കിട്ടും. സംഗതി ഇന്നത്തെ കാലത്തൊരു ട്രെൻഡാണ്. ഈ കാശ് കൊടുത്താൽ ആരും ഒടുക്കും പോകും. കാരണം ഇന്ന് കാശിന്റെ കാലാണല്ലോ. കാശിന്റെ ഒരു കാലാണല്ലോ ഇന്ന്. പഴയ കാലത്തെ മാതിരിയല്ല. കാശുള്ളിടത്തേക്ക് ആളുകൾ തിരിയും. അത് ഒരു പൊതു സ്വഭാവമാണ്. അപ്പൊ അത് എല്ലാ വിഭാഗവും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തില് എന്നോട് ചോദിച്ചു, നിങ്ങൾ ജമാഅത്തിന് പോരുമെന്ന് വെച്ചു. ഞാൻ പോരാൻ തയ്യാറാണെന്ന് തന്നെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, നമ്മൾ എന്തിനാ പോകുന്നത് എന്ന് ചോദിച്ചു. നമ്മൾ ആൾക്കാരെ നന്നാക്കാനാണെന്ന് പറഞ്ഞു. അപ്പൊ നന്നാക്കുക എന്ന് പറയുമ്പോൾ ബദനിയായ ശാരീരികമായ നന്നാക്കലുണ്ട്, കൽബിയായ ശുദ്ധീകരണമുണ്ട്. കൽബിയായ ശുദ്ധീകരണമാണല്ലോ 1-ാം സ്ഥാനത്ത്.
അപ്പൊ നമ്മളെ കൂട്ടത്തിൽ വല്ല വഹാബിയാളോ മൗദൂദിയാളോ അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയൊക്കെ എന്തൊക്കെയോ അറബി പയ്യനാണെന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും. ഓരോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടല്ലോ ആദ്യം ഓരോട് പറയേണ്ടത് എന്താണ്? ഇത് അറബി പയ്യനല്ല, ഇത് അസാധാരണത്വമുള്ള പ്രവാചകനാണെന്ന ഇസ്ലാമിന്റെ സുന്ദരമായ അഖീദ മനുഷ്യന് പറഞ്ഞു കൊടുക്കാൻ എന്നെ അനുവദിക്കുമോ ഞാൻ ചോദിച്ചു. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വല്ല കാദിയാനികളൊക്കെ നമ്മളെ കൂട്ടത്തിലുണ്ടെങ്കിൽ വല്ല നന്നാക്കണ്ടേ. എടുത്ത വാക്കിന് അയാൾ പറഞ്ഞത് നിങ്ങൾ പോരണ്ടെന്നാണ്, നിങ്ങൾ പോരണ്ട. അങ്ങനെ എത്ര അനുഭവങ്ങളുണ്ട്. അമീദ് വൈസിക്ക് അറിയാം, പണ്ട് അമീദ് വൈസിന്റെ പേരിൽ ഒരു തട്ടിപ്പ് തബ്ലീഗിന്റെ എന്നോട് നടത്തിയിട്ടുണ്ട്. ഞാനിപ്പോ അത് ഇവിടെ പറയണില്ല, ഉസ്താദ് ഇവിടെ ഉണ്ടായതുകൊണ്ട്. കാരത്തൂരിലൊരു വയലിന് ഇതേമാതിരി ഒരു പരിപാടിക്ക് പോകുന്നു. അപ്പൊ പട്ടണടക്കാവിലെത്തിയപ്പോ മഗ്‌രിബിക്ക് ബാങ്ക് കൊടുത്തപ്പോ അവിടെ മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങി, നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഹോട്ടലിൽ ചായ കുടിക്കാൻ വേണ്ടി കയറി. ചായ കുടിച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്ത് പോകുമ്പോൾ ഒരു ചെറിയൊരു ബുക്ക് സ്റ്റാൾ. അപ്പൊ ഈ ചെറിയ ബുക്ക് സ്റ്റാളിൽ അപൂർവമായ ചില പുസ്തകങ്ങൾ ഇപ്പൊ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അവരുടെ പുസ്തകം ഉണ്ടോ നോക്കാൻ വേണ്ടി അതിൽ കയറുമ്പോൾ 2 താടിക്കാരൻ വന്നു. അപ്പൊ അപ്പുറത്ത് കൊടക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവരുടെ ഒരു ദീനീ പരിശ്രമത്രേ, ഒരു ജില്ലാ സംഗമം നടക്കുന്നുണ്ട്. തബ്ലീഗ് ജമാഅത്തുകാരെ ദീനീ പരിശ്രമം എന്നാണ് അവർ പറഞ്ഞത്. എന്നോട് പറഞ്ഞു കൊടക്കല്ലിൽ ഒരു ദീനീ പരിശ്രമം ഉണ്ട്. ഞാൻ എവിടുന്നാ വരുന്നത്? ഞാൻ പെരിന്തൽമണ്ണയിൽ നിന്ന് മുസാഫറായിട്ട് അങ്ങോട്ട് പോവുകയാണ് തിരൂര് ഭാഗത്തേക്ക്. അപ്പോ ഞാൻ എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം, കൊടക്കല്ലിൽ ഒരു ദീനീ പരിശ്രമം നിങ്ങൾ ഞങ്ങളെ അവർക്ക് ക്ഷണിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടക്കല്ലിലുള്ള ദീനീ പരിശ്രമത്തിന് നിങ്ങൾ ക്ഷണിക്കുമ്പോൾ ഞാൻ ഇപ്പൊ പോകുന്നത് തൊട്ട് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള കാരത്തൂര് വയറു പറയാൻ വേണ്ടി പോവുകയാണ്, ഞാൻ നിങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അത് ഞങ്ങളില്ല. എന്താ ഇത്? ഈ താടിണ്ടെന്നേ ഉള്ളൂ, ഓർക്ക് അലിഫും ബാവൊന്നും അറിയില്ലട്ടോ. കിതാബ് ഓതിയിട്ടൊന്നുമില്ല, മദ്രസയിൽ 5ാം തരത്തിന്റെ വിദ്യാഭ്യാസമേ ഉള്ളൂ. ഞാൻ അത് കുറ്റപ്പെടുത്തല്ല. വിദ്യാഭ്യാസവും അറിവില്ലാത്ത ആൾക്കാരെ കാരണം ചിലപ്പോൾ നേരെ സ്വർഗത്തിൽ ആദ്യം എത്തുക. നമ്മളെ പോലത്തെ എന്ന് പറഞ്ഞാൽ ഇന്നെപ്പോലത്തെ പിന്നെ പാപികളായ ദോഷികളായ ആൾക്കാരുടെ അവസ്ഥ എന്താന്ന് പറയാൻ പറ്റൂല. അപ്പൊ അറിവും അറിവില്ലായ്മ അല്ല വിഷയം. പക്ഷേ നമ്മളെ ഇതിലേക്ക് ക്ഷണിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ പരിപാടി എന്റെ വയറ് കേൾക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെയും ക്ഷണിക്കുകയാണ് പറഞ്ഞപ്പോ എന്താ അവർ പറയേണ്ടത്? എന്നാ ഞങ്ങളോട് വരാന്നല്ലേ പറയേണ്ടത്? അപ്പൊ എവിടെയാണ് ഇരട്ടത്താപ്പ്? ഈ കാപട്യത്തിന്റെ മുഖമൊലിപ്പിച്ചു വെച്ച വസ്തുത എന്താണ് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? ഖുർആൻ പരിഭാഷയിൽ തന്നെ എന്താ പറയുന്നത്? അവരുടെ ഖുർആൻ പരിഭാഷയിൽ തന്നെ നബിദിനാഘോഷത്തെ 2 വിമർശനമാ കൊടുത്തിട്ടുള്ളത്. അത് ഇവിടുത്തെ വഹാബികൾ പറയുന്ന വിമർശന കണ്ടോ? ഫാത്തിഹ സൂറത്തിന്റെ 1 മുതൽക്ക്, ഫാത്തിഹ സൂറത്തല്ല മറിച്ച് മാഇദ സൂറത്തിന്റെ 3ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് 2 വിമർശന പറഞ്ഞത്. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ ജന്മദിനത്തെ ക്രൈസ്തവർ അവരുടെ പെരുന്നാൾ ദിവസമായി കൊണ്ടാടി. സമയം നമുക്ക് 5 മിനിറ്റ് മറികടന്നിട്ടുണ്ട്, ഞാൻ നിർത്തുകയാണ്. യേശു ക്രിസ്തുവിന്റെ ജന്മദിനത്തെ ക്രൈസ്തവർ അവരുടെ പെരുന്നാൾ ദിനമായി കൊണ്ടാടി. അതിനെ മാതൃകയാക്കി റസൂലുള്ളാഹിയുടെ ജന്മദിനം നബിദിനം എന്ന പേരിൽ ചിലർ ആഘോഷ ദിനമാക്കി. നമ്മളെ മാതൃക ക്രിസ്ത്യാനികളുടെ ക്രിസ്തുമസാത്ര. ക്രിസ്ത്യാനികളെ ക്രിസ്തുമസിനെ മാതൃകയാക്കിയിട്ടാട്ടെ മുഹമ്മദ് നബിയുടെ റബീഉൽ അവ്വൽ 12 ആഘോഷിക്കുന്നത്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ശുദ്ധ വഹാബിസമല്ലേ ഈ പറഞ്ഞത്? തീർന്നില്ല. ഇതിനെപ്പറ്റി പറഞ്ഞത് ഇത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഓരോ ദിവസവും ആഘോഷിക്കാൻ തുനിഞ്ഞാൽ വർഷത്തിലൊരു ദിവസം പോലും ഒഴിവുണ്ടാവുകയില്ലെന്ന് മാത്രമല്ല, ഓരോ നിമിഷവും പല ആഘോഷങ്ങളും നിരവധി പെരുന്നാളുകളും സംഘടിപ്പിക്കേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ടാണ് നബിയും സ്വഹാബത്തും അത് ജാഹിലിയ്യ ആചാരങ്ങളുടെ തുടർച്ചയായി കണ്ട് തള്ളിക്കളഞ്ഞത്. നബിയും സ്വഹാബത്തും നബിദിനാഘോഷം തള്ളിക്കളഞ്ഞു. അത്ര ജാഹിലിയ്യ ആചാരം, അബൂജഹലുമാരുടെ ആചാരം. അപ്പൊ നബിദിനാഘോഷം ക്രിസ്ത്യാനിറ്റിയാണ്, നബിദിനാഘോഷം ജാഹിലിയ്യത്താണ്. ഇതല്ലേ തബ്ലീഗ് ജമാഅത്തുകാരന്റെ വാദം? ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ പറയാനുണ്ട്. ഇസ്തിഗാസയെ സംബന്ധിച്ച് എന്താ ഇവർ പറഞ്ഞത്? ഇസ്തിഗാസയെ സംബന്ധിച്ച് ഇവർ പറയുന്നത് ഇതിന്റെ 112ാമത്തെ പേജിൽ കണ്ടോ? തബ്ലീഗ് ജമാഅത്തുകാര് ഈ പുസ്തകത്തിന്, ഏത് പുസ്തകത്തിന്റെ? ദേബന്ദ് പണ്ഡിതർ നവോത്ഥാന ശില്പികൾ എന്ന ഈ പുസ്തകത്തിന്റെ 112ാമത്തെ പേജിൽ പറഞ്ഞത്, മഹാന്മാരെ മധ്യവർത്തികളായി പ്രാർത്ഥിച്ചാലേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന മൂഢവിശ്വാസം സുന്നി ബഹുജനങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിൽ ഷിയാക്കൾ എത്രമാത്രം വിജയിച്ചു എന്ന് ആലോചിക്കുക. എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറയുന്ന വാക്ക് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കും. അത് കഴിഞ്ഞിട്ട് 9:15 ഞാൻ നിർത്തോട്ടോ. 1/4 മണിക്കൂർ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാണ്. ആരോടാ ചോദിക്കുക? നമ്മളെ ജാഫറിനോട് തന്നെ ചോദിച്ചോക്കട്ടെ. ജാഫറെ, നിങ്ങളെ വല്യപ്പ മരിച്ചിട്ടില്ലേ? വല്യപ്പാനെ സംബന്ധിച്ച് നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. വല്യപ്പാന്റെ ഖബർ നിങ്ങൾ പോകുമ്പോ
നിങ്ങൾ എന്താ പറയാ? അതിന്റെ വല്ലിപ്പാന്റെ, ഞാൻ പറയട്ടെ, ശവം അടക്കിയ ശവകുടീരമാണ് നിങ്ങൾ പറയോ? ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടുകാരെങ്കിലും പറയോ നിങ്ങളെ വല്ലിപ്പാരെ പറ്റി? ശവാന്ന് പറയോ? ശവകുടീരാന്ന് പറയോ? എന്നാ തബ്ലീഗുകാരൻ പറഞ്ഞത് എന്താണ്? ശവകുടീരങ്ങൾ സന്ദർശിക്കുന്നതും പുണ്യം നേടുന്നതും ഷിയാക്കളുടെ വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കുമ്പോൾ തിരിഞ്ഞു നിൽക്കാനും ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കാനും ഒരു ഖിബലയാണുള്ളത്. പുണ്യം തേടി യാത്ര പോകാൻ മറ്റു 2 മസ്ജിദുകളും. എന്നാൽ ഷിയാക്കൾക്ക് ധാരാളം മഖാമുകളും മഷ്ഹദുകളും മസാറുകളുമുണ്ട്. പുണ്യം തേടി അവർ അവിടെയെല്ലാം കറങ്ങി നടക്കുന്നു. കേരള മുസ്ലിങ്ങൾ ഇത്തരം ഷിയാ സമ്പ്രദായങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നു. മഹാന്മാരുടെ മഖാമുകളെ സംബന്ധിച്ച് ശവകുടീരങ്ങൾ. ഉറക്കുമോ മുഅ്മിനെ ഇത് പറയാൻ? എന്റെ സഹോദരിമാരെ, നിങ്ങളുടെ നാവ് കൊണ്ട് ഉറക്കുമോ ഇത് പറയാൻ? ശുദ്ധ വഹാബിയത്തല്ലേ ഇത്? ഇങ്ങനെ എത്ര ഉദാഹരണങ്ങൾ പറയാനുണ്ട്. മുസ്ലിം ലീഗുകാർ അതിന് നല്ല വിമർശനം വിമർശിക്കുന്നു. മുസ്ലിം ലീഗുകാരൊക്കെ ഷിയാക്കളുടെ പിടുത്തത്തിലാണെന്ന് അതിൽ പറയുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. കാരണം നമ്മൾ മുസ്ലിം ലീഗുകാരത് വായിക്കുമ്പോൾ പിന്നെ അപ്പൊ CPM-കാർക്ക് ഒരു തോന്നലുണ്ടാവും ഞങ്ങളുടെ എന്താ വായിക്കാത്തത്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകണില്ലോ അല്ലാതെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇങ്ങനെ എത്ര കാര്യങ്ങളാ അതിൽ പറയുന്നത്. ഇസ്തിഗാസ കുഫ്റാണ്. ഇതിന്റെ 152, 153 പേജിൽ പറയുന്നത് എന്താണ്? ഇസ്തിഗാസയെ സംബന്ധിച്ച് പറയുകയാണ്. 152, 153 പേജുകളിൽ പറയുന്നത് എന്താണ്? ഇതിൽ പറയാണ്, ഇസ്ലാമിലെ ോ 154 പേജാട്ടോ. ഖുർആനും ഹദീസും അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കരുതെന്നും ഇബാദത്തുകൾ അവർ മാത്രമേ അർപ്പിക്കാവൂ എന്നും വളരെ സുന്ദരമായി നമ്മെ പഠിപ്പിക്കുമ്പോൾ, ഇതിന് കടകവിരുദ്ധമായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തി ജനങ്ങളുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്ന ഇവരാണ് അഹ്ലുസുന്നത്തിന്റെ ആളുകളെന്ന് സ്വയം അഭിമാനിക്കുന്നത്. തൗഹീദിന്റെ യഥാർത്ഥ സത്ത അല്പം പോലും വെള്ളം ചേർക്കാതെ എത്ര ലളിതസുന്ദരമാണ് ഓരോ നമസ്കാരത്തിനും അവന്റെ അടിമകളെ നാവിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നതെന്ന് ചിന്തിക്കൂ. ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ. ഇതൊക്കെ ഇസ്തിഗാസനെ എതിർക്കാൻ വേണ്ടി നീണ്ട വരികളാ. സമയക്കുറവ് കാരണത്താൽ ഞാൻ അതിലൊന്നും എല്ലാം കൂടി വായിക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒട്ടനേകം വിഷയങ്ങൾ ഇസ്തിഗാസയെ എതിർക്കാൻ, അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ധാരാളം ആചാരങ്ങളെ വിമർശിക്കുവാൻ വേണ്ടി ഇതിൽ എഴുതിയിട്ടുണ്ട്. ഒരൊറ്റ പോയിന്റ് കൂടി ഞാൻ വായിക്കാം. 143 പേജിൽ നിന്ന് വായിക്കാം. ദേവന്ത് പണ്ഡിതർ നവോത്ഥാന ശില്പികൾ എന്ന പുസ്തകത്തിന്റെ 143 പേജിൽ പറയാ, ഇനി മറ്റൊരു വശത്തുകൂടി ചിന്തിച്ചാൽ ഇന്ത്യയിൽ പരിശുദ്ധ ഇസ്ലാം പ്രചരിച്ചത് നിഷ്കളങ്കരും യഥാർത്ഥ തൗഹീദി വക്താക്കളായ സൂഫി വര്യന്മാരിലൂടെയായിരുന്നു. അവരുടെ ജീവിത പരിശുദ്ധിയിൽ ആകൃഷ്ടരായി ഇവിടുത്തെ ജനത ഇസ്ലാം സ്വീകരിച്ചു. ഇവരെ ദീനിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയാതെ വന്ന പിശാച് ക്രൈസ്തവരെയും മറ്റും വഴിപിടപ്പിച്ച അതേ ശൈലി തന്നെ ഇവിടെയും സ്വീകരിച്ചതായി കാണാൻ സാധിക്കും. അഥവാ വ്യക്തിപൂജ, അള്ളാഹുവിന്റെ അടുത്ത ദാസന്മാർക്ക് അള്ളാഹുവിന്റെ സ്ഥാനം കൊടുക്കുകയും ആവശ്യങ്ങൾ അവരോട് ചോദിക്കുകയും കഷ്ടപ്പാടുകൾ ദൂരീകരിക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന സമ്പ്രദായം. ഇസ്തിഗാസനെ എതിർക്കുന്ന കാര്യമല്ലേ? ഇതിലൊക്കെ എത്ര തെളിവ് നമ്മുടെ മുമ്പിലുണ്ട്, എത്ര കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരുപാട് ഒട്ടനേകം കാര്യങ്ങൾ തബ്ലീഗ് ജമാഅത്തിന്റെ പൂർവ്വകാലാചാര്യന്മാരും സമീപകാല നേതാക്കന്മാരും ഇവിടെ അവരുടെ മാസികകളിൽ, അവരുടെ ഖുർആൻ പരിഭാഷകളിൽ, അവരുടെ ബൃഹത് ഗ്രന്ഥങ്ങളിൽ, അവരുടെ ചെറുഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച അഹ്ലുസുന്നക്ക് വിരുദ്ധമായ ആശയ വിശ്വാസങ്ങൾ അനുയായികൾക്കിടയിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു തബ്ലീഗ് ജമാഅത്തിൽ പങ്കെടുത്ത് അതിനെ അഡിക്റ്റായി കഴിഞ്ഞാൽ പിന്നെ സുന്നികളെ ഹദ്ദാദ് പാടില്ല. അതിനോടൊരു വിമുഖത, അതിനോടൊരു തരം അലർജി. എന്തുമാത്രം അലർജിയാണ്! നമ്മുടെ ഹദ്ദാദ് റാത്തീബൊക്കെ വളരെ മോശമായിട്ടാണ് അവർ കാണുന്നത്, പല ആളുകളും. ഞാൻ ഒറ്റ ഹദീസ് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാഇന്റെ രാത്രിയിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കാണുകയാണ്. ഇബ്രാഹിം നബി പറയുകയാണ്, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയെ, അഖ്രി ഉമ്മതക മിന്നി അസ്സലാം,
അങ്ങയുടെ ഉമ്മത്തിന് എന്നിൽ നിന്ന് സലാം പറയണേ നബിയേ. എന്നിട്ട് പറയുകയാണ്, സ്വർഗമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള മണ്ണ് വളരെ സുഗന്ധമുള്ളതാണ്, സ്വർഗത്തിലുള്ള വൃക്ഷങ്ങളും സ്വർഗത്തിലുള്ള അരുവികളും ഒക്കെ വളരെ മനോഹരമാണ്. ആ മണ്ണിൽ നട്ടുപിടിപ്പിച്ചുകൊണ്ട് സമൃദ്ധമായ വിളവിന് പറ്റുന്ന കാര്യമേതാണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്റാണ്. സ്വർഗത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തൈ എന്ന് നബിയെ അങ്ങയുടെ ഉമ്മത്തിനോട് പറഞ്ഞു കൊടുക്കണേ നബിയെ എന്ന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുന്നാര നബിയോട് ഇസ്രാഇന്റെ രാത്രിയിൽ വസിയ്യത്ത് ചെയ്തെങ്കിൽ, അങ്ങനെ എത്ര ഹദീസുകളുണ്ട്. ഈ ഹദീസുകളിൽ വാരിതായ ശ്രേഷ്ഠമായ ദിക്റുകളെല്ലാം ഒരുമിച്ച് കൂട്ടിയതായ ഹദ്ദാദിന്റെ ദിക്ർ, ദുനിയാവിലും ആഖിറത്തിലും ഒരുപാട് ഗുണങ്ങൾക്ക് വേണ്ടിയുള്ള ദിക്ർ, അത് ഇവര് കാണുമ്പോൾ ഇവർക്കൊരു അലർജിയ. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, ശുദ്ധമായ വഹാബിയത്തിൽ പടുത്തുയർത്തപ്പെട്ട പ്രസ്ഥാനമാണ് തബ്ലീഗ് ജമാഅത്ത്. ഇതാണ് സമസ്ത 16/10/1965 സമസ്ത പറഞ്ഞത്. തബ്ലീഗ് ജമാഅത്തിന്റെ തത്വങ്ങൾ മുബ്തദിഈങ്ങളുടെ തത്വങ്ങളാണ്. തബ്ലീഗ് ജമാഅത്തുകാർ പറയുന്നൊരു വാക്കുകൂടി ഞാൻ പറയട്ടെ. ഞങ്ങൾക്ക് സംവാദമൊന്നും അറിയില്ല, ഞങ്ങൾ വാദപ്രതിവാദമൊന്നും നടത്താറില്ല. ഇവർ പറയുന്നൊരു വാക്കാണ്. ഇപ്പൊ അവിടെ കണ്ടോ സമസ്തക്കാര് ഇവർക്ക് സംവാദം, കമ്പിൽ സംവാദം, മംഗലാപുരം സംവാദം, മഞ്ചേരി സംവാദം. മഞ്ചേരിയിൽ പണ്ട് ഇവിടുത്തെ നമ്മൾ അബ്ദുറഹ്മാനൊക്കെ അറിയാം. 2009 എന്റെ ഓർമ്മ. 2009 ഒരു ആദർശ സമ്മേളനം നടന്നു. ആദർശ സമ്മേളനം ഡിസംബർ 30 29 ആയിരുന്നത്. അന്ന് ആദർശ സമ്മേളനത്തിൽ നമ്മൾ വഹാബികളെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, തബ്ലീഗുകാരൊന്നും പറഞ്ഞിരുന്നില്ല. അന്ന് വഹാബികൾ എന്തൊക്കെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു സമയമായിരുന്നു. ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നതൊക്കെ തബ്ലീഗുകാരാ, ചോദിക്കുന്നതൊക്കെ വഹാബികളെ ചോദ്യം. ഒരു സുന്നി തബ്ലീഗാവുമ്പോ എങ്ങനെ വഹാബിയാകുന്നത്? കണ്ണൂർ ജില്ലയിലുള്ള വ്യാപാര ഭവനിൽ ഞാനും നമ്മുടെ സുഹൃത്ത് അഷ്റഫിയും തമ്മിൽ ഒരു പ്രസംഗം നടത്തിയതിനു ശേഷം ചോദിക്കാൻ വേണ്ടി വന്നത് ആരാറിയോ? ഒരു തബ്ലീഗ് ജമാഅത്തുകാരനാണ്. അവൻ ആദ്യം സുന്നിയായിരുന്നു അത്ര. ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഇസ്തിഗാസ ശിർക്കല്ലേ, പ്രാർത്ഥനയല്ലേ, ആരാധനയല്ലേ, മുഹ്യിദ്ദീൻ ശൈഖിന് കറാമത്തുണ്ടോ, മുഹ്യിദ്ദീൻമാല തെറ്റല്ലേ? എങ്ങനെ ഒരാൾ തബ്ലീഗ് പോകുമ്പോൾ വഹാബിയാണത്? തബ്ലീഗും വഹാബിസും തമ്മിൽ എന്താണ് ഇത്രമധികം ഈ യോജിപ്പ്? ചിന്തിക്കേണ്ടതല്ലേ, ആലോചിക്കേണ്ടതല്ലേ? ഇത് ആ നിഷ്പക്ഷതയോടുകൂടിയാ പറയുന്നത്, വളരെ നിഷ്പക്ഷതയോടുകൂടിയാ പറയുന്നത്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, ശുദ്ധമായ ബിദ്അത്തിന്റെയും വഹാബിസത്തിന്റെയും ആശയഗതിയിൽ അടിയുറപ്പിക്കപ്പെട്ട തബ്ലീഗ് ജമാഅത്ത്, അതിലെന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് വിചാരിച്ചു കാണും നിങ്ങൾ ആരും പോണ്ടട്ടോ. പോയാൽ അത് നരകത്തിലേക്കാണെന്നാണ് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതിന്റെ പര്യവസാനം നരകമായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അപ്പൊ വിട്ടുപോയി. എന്താണ്? ഞങ്ങൾക്ക് വാദപ്രതിവാദമൊന്നുമില്ല, സംവാദമൊന്നുമില്ല എന്നല്ലേ? എന്നാ കേട്ടോളൂ. ഇതാ ഇതിൽ പറയുന്നത് എന്താ? ഇത് തബ്ലീഗുകാർ ഇറക്കിയ പുസ്തകമാണല്ലോ. ഈ പുസ്തകത്തിന്റെ 47, 49 പേജുകളിൽ പറയുന്നുണ്ട്, അവരുടെ വാദപ്രതിവാദത്തിന്റെ രൂപം പറയുന്നുണ്ട്. കണ്ടോ? ബിദ്അത്ത് പ്രചാരകർ മക്ബറകളെ കേന്ദ്രീകരിച്ചും ദിക്ർ മജ്ലിസുകൾ അവതരിപ്പിച്ച് വേദിയാക്കിയും കടന്നു കയറുകയും മുസ്ലിം ജനസമൂഹത്തിന്റെ തൗഹീദിന്റെ വിശ്വാസത്തെയും ആദർശത്തെയും ചൂഷണം ചെയ്തു തുടങ്ങി. ഇതിനെതിരിൽ സമുദായത്തിന്റെ ഈമാനും ഇബാദത്തും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന നിർബന്ധ ബാധ്യത ഉലമാക്കളുടെ മേൽ പൈതൃകമായും പ്രവാചക ചര്യയിലൂടെ തുടർച്ചയായി അല്ലാഹു ഏൽപ്പിച്ചതുമാണ്. ഈ കർമ്മനിർവഹണത്തിന് വേണ്ടി ദയൂബന്ദിലെ ഉലമാക്കൾ അരയും തലയും മുറുക്കി കർമ്മനിരതരായി വാദപ്രതിവാദത്തിലൂടെയും ഖണ്ഡനങ്ങളിലൂടെയും ഗ്രന്ഥങ്ങളിലൂടെയും പ്രസംഗം, പ്രബോധനം, പ്രസിദ്ധീകരണം തുടങ്ങിയ എല്ലാ മാർഗങ്ങളിലൂടെയും വ്യാജ സൂഫികൾക്കും ചൂഷണ പണ്ഡിതന്മാർക്കുമെതിരിൽ സജീവമായി കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചു പ്രവർത്തിച്ചു. അപ്പൊ അതോ അത്രമാത്രം ഞാൻ വായിച്ചു നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
സംശയമുള്ളവർക്ക് സംശയങ്ങൾ തീർക്കാനുള്ള അവസരമാണ്. മൈക്ക് ഇവിടെയുണ്ട്. സത്യസന്ധമായി മനസ്സിലാക്കാൻ വേണ്ടി അവർ മാത്രം ചോദിക്കുക. ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞതിന്റെ ശേഷം ദുആ ചെയ്തുകൊണ്ട്, സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്തുകൊണ്ടാണ് നമ്മൾ പിരിയുന്നത്. നിർത്തിയിട്ടില്ല, ദുആയോടുകൂടിയാണ് നമ്മൾ പിരിയുന്നത്. സംശയമുള്ളവർക്ക് ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. ഉസ്താദ്, എനിക്ക് ചെറിയ സംശയം. നേരത്തെ ഉസ്താദ് പറഞ്ഞു പെട്ടോണോ ഇല്ല എനിക്ക് അറിഞ്ഞുകൂടാ. കുറെ മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് തബ്ലീഗ് ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം അത്തഹയ്യാത്ത് ഓതുമ്പോ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് ഓതുന്ന സമയത്ത് മുഹമ്മദ് നബിന്റെ പേര് വിചാരിക്കുന്നതിനെക്കാട്ടും നല്ലത് വേറെ ഏത് മൃഗത്തിന്റെ പേരാണ് വിശ്വജനാനെ മനസ്സിൽ വിചാരിക്കാൻ നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അവരതിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. ഉസ്താദ് അടുത്ത് പറഞ്ഞത് ഇതിന്റെ ഉത്തരമാണോ എന്ന് അറിഞ്ഞുകൂടാ. അതിന്റെ ഉത്തരം തന്നെയാണ് പറഞ്ഞത് അല്ലേ? അതെ. അതായത് അത്തയ്യാത്ത് മാത്രമല്ല, നിസ്കാരം മുഴുവൻ ഇതിൽ പറയുന്നത്. നമ്മൾ അത്തയ്യാത്തിൽ മാത്രം ചുരുക്കുന്നത് അവിടെയാണല്ലോ റസൂലുള്ളാഹിന്റെ പേരുള്ളത് എന്നുള്ള നിലക്ക് മാത്രമേ പറയുന്നത്. അത്തഹിയാത്തിൽ വിശിഷ്യ നിസ്കാരത്തിൽ പൊതുവെയായിട്ട് നബിയിൽ മനസ്സ് വിലയം പ്രാപിച്ചാൽ ശിർക്കാണ്. അതേസമയത്ത് അത്തഹിയാത്തിന്റെ അവിടെ പ്രത്യേകമായിട്ട് ഗസാലി ഇമാം പറഞ്ഞ എന്താണ്, നീ അത്തഹിയാത്ത് ചൊല്ലുമ്പോ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുമ്പോ അഹ്മിർ ഫീ ഖൽബിക നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വശഖ്സഹുൽ കരീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്റെ മനസ്സിൽ ഹാജരാക്കിക്കോ. നബി എന്ന് പറഞ്ഞാൽ നബി പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തെ അല്ല, മറിച്ച് നബിയെ തന്നെ. ഷഖ്സഹുൽ കരീം, ഷഖ്സഹുൽ കരീം എന്ന് പറഞ്ഞാൽ അതാണല്ലോ, നബി എന്ന വ്യക്തിയെ തന്നെ നിന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നോ. എന്നിട്ട് സലാം ചൊല്ലിക്കോ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വൽ യസ്ദുഖ് അമലുക ഫീ അന്ന സലാമക യബ്ലഉഹു വയറുദ്ദു അലൈക മാ ഹുവ ഔഫാ മിൻ സലാമിക. നിന്റെ സലാം നബി തങ്ങൾക്ക് എത്തുമെന്നും അതിനേക്കാൾ ഉപരിയായ പ്രത്യാഭിവാദം നബിയിൽ നിന്ന് തിരികെ നിനക്ക് ലഭിക്കുമെന്നും നീ ഉറപ്പിച്ചു വെച്ചോ എന്നാരാ പറയുന്നത്? ഗസാലി ഇമാമ പറയുന്നത്. അപ്പോ അത്തഹിയാത്ത് ഉൾപ്പെടെയുള്ള അത്തഹിയാത്തിൽ വിശിഷ്യ നിസ്കാരത്തിൽ മൊത്തത്തിലും നബിയിൽ ലയിച്ചു പോകുക എന്നുള്ളത് ശിർക്കാണ്. ഇതിന് അവർ പറഞ്ഞ ഒന്നുകൂടി പറയട്ടെ, നിങ്ങളുടെ ചോദ്യത്തിന്റെ ഒരു അഡീഷണൽ ആയിട്ട് മറ്റൊരു ചോദ്യം വരാതിരിക്കാൻ വേണ്ടി പറയട്ടെ. ഞാനിത് ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ, രാമനാട്ടുകര ഒരു മഹലിൽ ചെന്ന് പ്രസംഗിക്കുമ്പോൾ, കോഴിക്കോട് എന്നൊരു കാസിമി എന്ന പേരിൽ ഉള്ള ഒരു തബ്ലീഗിന്റെ പണ്ഡിതൻ അവിടെ വന്നിരുന്നു, സാധാരണക്കാരനല്ല. അദ്ദേഹം പറഞ്ഞു, അത് തരീഖത്തുകാരുടെ സർഫുൽ ഹിമ്മത്തിനെ പറ്റിയാണ് പറയുന്നത്. ഏതോ വ്യാജ തരീഖത്തുകാര് അവരിങ്ങനെ നിസ്കാരത്തിൽ നബിയെ ധ്യാനിക്കാനൊരു പരിപാടി ഉണ്ട് അത്ര അവർക്ക്, അതിനെ സംബന്ധിച്ച് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മശായിഖന്മാരുടെ സർഫുൽ ഹിമ്മത്തിനെ പറ്റിയാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ നിർവാഹമില്ല. കാരണം മശായിഖന്മാരുടെ സർഫുൽ ഹിമ്മത്താണെങ്കിൽ അത് മുഖമുള്ള ഒരു സംവിധാനമാണ്. ഒരേ സമയത്ത് തന്നെ റാബിത്തയാകുന്ന ഷെയ്ഖിനെ മനസ്സിൽ മനനം ചെയ്യുമ്പോൾ തന്നെ ആ ദർപ്പണത്തിലൂടെ റബ്ബിലേക്ക് അവരുടെ മനസ്സ് എന്തായാലും പറയാം, ഇരട്ടച്ചങ്കുള്ള പിണറായി എന്നൊക്കെ പറയണമായിരിക്കത്തൊരു പ്രയോഗം നമുക്ക് വേണമെങ്കിൽ നടത്താം. എന്ന് വെച്ചാൽ രണ്ട് മുഖമുള്ള നിസ്കാരാണ്. എന്ന് വെച്ചാൽ ഷെയ്ഖ് എന്ന ദർപ്പണത്തിലൂടെ സ്രഷ്ടാവിലേക്ക് എത്തുന്ന മനസ്സ്. ആ സർഫുൽ ഹിമ്മത്തിനെയാണ് നിങ്ങൾ വിമർശിക്കുന്നതെങ്കിൽ അതിനെ സംബന്ധിച്ചാണ് നിങ്ങൾ ശിർക്കെന്ന് സിറാത്തെ മുസ്തഖീന്റെ 118 പേജിൽ പറഞ്ഞത് എന്ന് ന്യായീകരിക്കാൻ നിർവാഹമില്ല. എന്തുകൊണ്ട്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ലോകത്തിന്റെ പരിഷ്കർത്താവെന്ന് പാടിപ്പുകഴ്ത്തുന്ന മഹാനായ മുജദ്ദിദുൽ അൽഫിസാനി ഇമാം അഹ്മദുൽ ഫാറൂഖ് സർഹിന്ദി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ മക്തൂബാത്തിന്റെ 2ാമത്തെ വോള്യം 41ാമത്തെ പേജിൽ ഇതേ സർഫുൽ ഹിമ്മത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിൽ ഷെയ്ഖ് ലയിക്കുന്നതിനെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് ഇത് ലക്ഷങ്ങളിൽ ഒരാൾക്ക് കിട്ടുന്ന മഹാഭാഗ്യമാണെന്നാണ്. അതിനെപ്പറ്റി എന്താ കാസിമി നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചു. ആ പോക്കണ് പോയതാ, പിന്നെ വന്നിട്ടില്ല. ഇങ്ങനെ എന്തെല്ലാം അനുഭവങ്ങളുണ്ട്. മലപ്പുറം മുട്ടിപ്പടിയിൽ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞ വർഷം. മലപ്പുറം മുട്ടിപ്പടിയിൽ ഞാൻ ഈ തബ്ലീഗ് ജമാഅത്തിന്റെ പ്രസംഗം നടത്തിയപ്പോ
ആ ഈ ആലപ്പുഴക്കാരനായ മലപ്പുറത്ത് MA പഠിക്കാൻ വേണ്ടി താമസിച്ച് പഠിക്കുന്ന ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം ബാക്കവിയാണത്രേ. അദ്ദേഹം വന്നുകാണ്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ തബ്ലീഗ് ജമാഅത്തിനെ വിമർശിക്കുന്നതൊക്കെ ഞാൻ കേട്ടു. ആ വിമർശനങ്ങൾ ശരിയാവുമ്പോൾ എനിക്ക് അതിലൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എന്താന്ന് ചോദിച്ചു. നിങ്ങളുടെ മർക്കസു സഖാഫത്തി സുന്നിയ തറക്കല്ലിട്ടത് പിന്നെ ആരാണ്? മർക്കസു സഖാഫത്തി സുന്നിയ കാരന്തൂരുള്ള മർക്കസിനെ പറ്റിയാ പറയുന്നത്. അതൊരു കാലത്ത് നിങ്ങളുടെ തന്നെ ആയിരിക്കുമല്ലോ. അത് തറക്കല്ലിട്ടത് പിന്നെ ഇയാളാണല്ലോ, സയ്യിദ് മുഹമ്മദ് അനവി മാലിക്കിയാണല്ലോ. സയ്യിദ് മുഹമ്മദ് അനവി മാലിക്കി നിങ്ങൾ ഈ പറഞ്ഞ ആളുകളൊക്കെ മഹാമശായിഖുൽ ഹിന്ദായിട്ട്, ഇന്ത്യയുടെ മഹാഗുരുനാഥന്മാരായിട്ട് അദ്ദേഹം പിന്നെ പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹത്തിന്റെ മഫാഹീമു യജിബു അൻ തുസഹഹ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടേയില്ല. അപ്പൊ എന്റെ അടുത്തും പുസ്തകമല്ല, അദ്ദേഹത്തിന്റെ അടുത്തും പുസ്തകമല്ല. അങ്ങനെ ചോദ്യം വരും നമ്മൾ വളർത്തിട്ടില്ലല്ലോ. അപ്പൊ ആ സമയത്ത് ജനങ്ങൾ ഇടപെട്ടു. ഇതേപോലെ നാട്ടുകാരാണ് കൂടുതലുള്ളത്, മൂല്യന്മാരൊന്നുമല്ല. ഒരു മഹല്ലത്തെ ആൾക്കാരാ. അവർ പറഞ്ഞു, നമുക്ക് അടുത്ത ഞായറാഴ്ച പരിപാടിയൊക്കെ ആണ്, ഒരു കണ്ടീഷൻ, ഒരു കരാറ്. ആ പുസ്തകത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഉസ്താദ് തബ്ലീഗ് ആവണം, ഇല്ലെങ്കിൽ തബ്ലീഗുകാരൻ സുന്നിയാവണം. അതിന് തയ്യാറുണ്ടോ? തയ്യാറാണ് എന്ന് പറഞ്ഞു. വല്ലാത്തൊരു പരീക്ഷണമാണ്. ഒരാഴ്ച കൊണ്ട് നമ്മൾ തബ്ലീഗാകാൻ പോവുകയാണ്. അങ്ങനെ പിറ്റേ ആഴ്ച പരിപാടിക്ക് ചെന്നു. 8 മണിക്ക് ഞാൻ പ്രസംഗം തുടങ്ങി. ഒരു 10 മിനിറ്റ് ഞാൻ ആമുഖ പ്രസംഗം നടത്തിയപ്പോൾ കിതാബും കെട്ടിയിട്ട് ഇങ്ങനെ വരുന്നു ഈ സുഹൃത്ത്. ഒരു വേള ആരും വരച്ചു പോവും. അങ്ങനെ ഞാൻ വേറെ ഒന്നും കാണിക്കാതെ ഞാനും ആ ധൈര്യത്തിൽ നിന്നു. മറിച്ചു എന്ന് പറഞ്ഞു. മഫാഹീമ് മറിച്ചു. മഫാഹീമ് മറിച്ചപ്പോ മഫാഹീമ് അതിങ്ങനെ വായിച്ചേരാണ്. പടച്ചോനെ കുടുങ്ങിയില്ലേ. നോക്കുമ്പോൾ മഫാഹീമു യജിബു അൻ തുസഹഹ എന്ന സയ്യിദ് മുഹമ്മദ് അനവി മാലിക്കിയുടെ പുസ്തകത്തിന് പ്രസ്സുകാര് പാകിസ്ഥാനിലുള്ള ഒരു പണ്ഡിതന്റെ കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കണ്ടാ തോന്നുന്നത് അതിന്റെ ഇത് സയ്യിദ് മുഹമ്മദ് അനവി മാലിക്കിൻ്റെതാണ്. അപ്പൊ ആ കുറിപ്പ് ചെറുശ്ശേരി ഉസ്താദിന്റെ ഒരു പുസ്തകത്തിന് ഇപ്പോ വേറെ ഏതോ ഒരാൾ പിൽക്കാലത്ത് ഒരു പ്രസ്സുകാരൻ അത് അച്ചടിക്കുമ്പോ ഏതോ ഒരാളെ കൊണ്ടൊരു കുറിപ്പ് എഴുതി. ചെറുശ്ശേരി ഉസ്താദ് അറിയില്ലല്ലോ. സയ്യിദ് മുഹമ്മദ് അനവി മാലിക്കിയുടെ മഫാഹീമിന്റെ തുടക്കത്തില് പാകിസ്ഥാനിലുള്ളത് ഏതോ ഒരു ചങ്ങായിന്റെ കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ആ കുറിപ്പ് എന്നാ വായിക്കണത്. ഞാൻ പറഞ്ഞു, ഇതേത് കുറിപ്പാ? ഇതും സയ്യിദ് മുഹമ്മദ് അനവി മാലിക്കും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ എന്നോട് പറഞ്ഞു, അത് അവതാരിക എഴുതിയതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവതാരികയല്ലത്, അവതാരികക്ക് തഖ്ദീം എന്നാണ് പറയുക, ഇത് തഖ്രീളാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, തഖ്രീൾ എന്ന് പറഞ്ഞാൽ അവതാരികയാണ് എന്ന് പറഞ്ഞു. അല്ലാതെ ഞാനും പുസ്തകാഭിപ്രായമാണെന്ന് ഞാനും അർത്ഥം വെച്ചു. അങ്ങനെ എന്നാ പരിശോധിക്കല്ലേ? പള്ളിക്കന്ന് പിന്നെ ഡിക്ഷണറി കൊടുന്നു. പരിശോധിച്ചപ്പോൾ തഖ്രീർ പുസ്തകാഭിപ്രായം. അതിനിവരാകെ വസലായി. ഇവൻ പറഞ്ഞു, അത് മോഡേൺ അറബി പ്രകാരം അവതാരിക എന്നാണ് എന്ന് പറഞ്ഞു. മോഡേൺ അറബി പ്രകാരം അവതാരിക? എന്നാ എന്റെ മോഡേൺ അറബിക്ക് തെളിവ് കൊണ്ടുവാ. എന്റെ വാദത്തിന് ഞാൻ തെളിവ് ഹാജരാക്കി. അപ്പൊ അവൻ്റെ അടുത്ത് തെളിവൊന്നുമില്ല, ബാക്കവിയാണെന്നാ പറഞ്ഞത്. പിന്നെ രണ്ടാമതൊരു പുസ്തകം അൽ ഇഖ്ദുൽ ഫരീദ് അങ്ങനെ എന്തൊരു കിതാബേറ്റ് വന്നു. ആ പുസ്തകത്തില് ഈ സയ്യിദ് മുഹമ്മദ് അനവി മാലിക്കി അദ്ദേഹത്തിന്റെ മശായിഖന്മാരിൽ ഈ പറഞ്ഞ തബ്ലീഗ് ജമാഅത്തിന്റെ ആചാര്യന്മാരിൽപ്പെട്ട 1-2 ആളുകൾ എണ്ണീയിട്ടുണ്ട്. അതെന്റെ മുമ്പിൽ വായിച്ചു. അങ്ങനെ എണ്ണിയപ്പോ ആ കൂട്ടത്തിൽ അവസാനം അദ്ദേഹം അവസാനിപ്പിച്ചത് അഹ്മദ് റളാ ഖാൻ ബറേൽവി. അവിടെ ബറേൽവി ഇമാമിനെ സംബന്ധിച്ച് അൽ ഇമാമുൽ മുഅല്ലം എന്നാ പറഞ്ഞത്, ആദരീയനായ ഇമാം. ബാക്കിയുള്ളവരെ പറ്റിയൊന്നും അങ്ങനെ പറയുന്നില്ല. അപ്പൊ അത് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചത്. അപ്പൊ ഞാൻ 2 ചോദ്യം തിരിച്ചു ചോദിച്ചു. ബറേൽവി ഇമാമിനെ പറ്റി അൽ ഇമാമുൽ മുഅല്ലം എന്ന് അദ്ദേഹം പറഞ്ഞു. ആര് പറഞ്ഞു? സയ്യിദ് മുഹമ്മദ് അനവി മാലിക്കി. ബറേൽവി ഇമാമി പിന്നെ പുത്തൻവാദിയും പിന്നെ ബ്രിട്ടീഷുകാരന്റെ ചാരനുമാണെന്നും അതുപോലെ തന്നെ ബറേൽവിസം എന്ന് പറയുന്നത് ഖാദിയാനിസം പോലെ വൃത്തികെട്ടതാണെന്നും അല്ലേ നിങ്ങളെ വാദം? ആ ബറേൽവിസത്തിന്റെ നായകനായ, ബറേൽവി പ്രസ്ഥാനത്തിന്റെ നായകനായ അഹ്മദ് റളാ ഖാൻ ബറേൽവിനെ പറ്റി അൽ ഇമാമുൽ മുഅല്ലം എന്ന് സയ്യിദ് മുഹമ്മദ് അനവി മാലിക്കി എഴുതിയെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ ബാക്കവിക്കൊന്നും മറുപടി അറിയില്ല. രണ്ടാമത് ഞാൻ ചോദിച്ചു, ഇദ്ദേഹത്തിന്റെ ഹദീസിലുള്ള മശായിഖന്മാർ എന്നാ പറയുന്നത്. അപ്പൊ ലോകത്തുള്ള വിവിധ രാജ്യത്ത് ഹദീസുകൾ പഠിക്കാൻ വേണ്ടിയുള്ള മശായിഖന്മാരുടെ കൂട്ടത്തിൽ ഇന്ത്യയിലുള്ള മശായിഖന്മാരെ എണ്ണിയപ്പോ 1-2 തബ്ലീഗിന്റെ ആൾക്കാരെ എണ്ണീയിട്ടുണ്ട്. അത് ബുഖാരി ഇമാമിനും ഉണ്ടാവും. അങ്ങനെ ഹദീസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പുത്തൻവാദികളും ഹദീസ് പഠിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ എനിക്ക് LP സ്കൂൾ അറബി പഠിപ്പിച്ചത് മൂത്ത ജമാഅത്തുകാരനാ. അപ്പൊ ഞാൻ എന്റെ ഗുരുനാഥന്മാരെ എണ്ണണ കൂട്ടത്തില് ആ ജമാഅത്തുകാരനെ എണ്ണു. അതിന്റെ അർത്ഥം ഞാൻ ജമാഅത്ത് ഇസ്ലാമിയാന്നാ?
ഹദീസിന്റെ വചനങ്ങൾ എവിടെയാണോ ഉള്ളത് അത് സ്വീകരിക്കുവാൻ വേണ്ടി സമീപിക്കുമ്പോ പുത്തൻവാദികളിൽ നിന്ന് കിട്ടിയ ഹദീസ് ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാം. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സമീപിച്ചിട്ടുണ്ടെങ്കിൽ, അതിന്റെ പേരിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ആദർശ ഗുരുക്കളാ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി. അപ്പൊ എന്നോട് ചോദിച്ചു, അങ്ങനെ സമീപിക്കാം എന്നുള്ളത് എവിടെ, ഏത് കിതാബിലാ പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഹാഫിദുൽ അസ്ർ മഹാനായ അഹ്മദ് ബിൻ ഹജർ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ നുഖ്ബത്തുൽ ഫിക്റിൽ ആ വരികൾ പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടിയാണ് പോയതാ. അതോടുകൂടി ആ പരിപാടി അവിടെ നിർത്തി. അത്രേ ഉള്ളൂ. കഴമ്പില്ലാത്ത ചോദ്യങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട മോമിനികൾ, ഒരു അനുഭവമാണ് പറയുന്നത്. ഇനി ഉണ്ടെങ്കിൽ വേണ്ട ചോദ്യം, നീ വേഗം വരി. അസ്സലാമു അലൈക്കും. പിന്നെ എനിക്ക് കൂടുതൽ അറിവൊന്നുമില്ല. അപ്പോ പിന്നെ ഞാൻ ഇന്നൊരു തബ്ലീഗിന്റെ ക്ലാസ്സിലിരുന്നാണ്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനെ ഉണ്ടെങ്കിലും ഓരോ ഈ വിഷയം അവതരിപ്പിക്കാറില്ല. ഇപ്പൊ ഈ ശവകുടീരത്തിന്റെയോ അല്ലെങ്കിൽ റബീഉൽ അവ്വലിന്റെതോ അങ്ങനൊന്നും ഇതുവരെ ഓല് പറഞ്ഞിട്ടില്ല. നല്ല ക്ലാസ് എടുത്ത് തരാം, നമ്മളെ ഈമാന് വർദ്ധിപ്പിക്കാനുള്ള ഓരോ കാര്യങ്ങൾ പറയാന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഓലതീന്ന് കേട്ടിട്ടില്ല. അപ്പൊ നമുക്ക് അത് കേൾക്കണോണ്ട് എന്തെങ്കിലും എന്താണ് അതിന്റെ വിധി, എന്താണ് നമ്മള് കേൾക്കണോണ്ട് കേൾക്കാൻ പാടില്ലേ, എന്താണ് എന്നാണ് ആ ചോദ്യത്തിന് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ആൾക്കാരൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരു വിഭാഗം പുത്തൻവാദികളാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ലാ തുജാലിസൂഹും എന്ന പുത്തൻവാദികളാണെന്ന് ബോധ്യപ്പെട്ട ആളുകളോടത്ത് പോയി ഇരിക്കാൻ പാടില്ല എന്ന്. ശ്രദ്ധിക്കണേ സുഹൃത്തെ, പുത്തൻവാദികളാണെന്ന് ബോധ്യപ്പെട്ട ആളുകളുടെ ബാഹ്യമായ ചേഷ്ടകൾ കണ്ടിട്ട് നമ്മൾ അവിടെ പോയി ഇരിക്കാൻ പാടില്ല എന്ന്. പിന്നെ അവരെ തിരിച്ചറിയുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് നല്ല പാണ്ഡിത്യവും പ്രാവീണ്യമുള്ള ആളുകൾക്ക് അവരെ വായിക്കാനും കേൾക്കാനൊക്കെ പറ്റും. കാരണം അവർക്ക് അത് വിമർശനാത്മകമാണ്. താങ്കളെപ്പോലുള്ള സഹോദരന്മാർക്ക് ഇതിന്റെ നിജസ്ഥിതി അറിയാതെ, ഇപ്പൊ നമ്മളിത് പറഞ്ഞപ്പോഴല്ലേ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഒരു തബ്ലീഗുകാരന്റെ എത്രയോ അനുഭവങ്ങളുണ്ട്. നമ്മളൊക്കെ എന്റെയൊക്കെ അനുഭവത്തിൽ 100 കണക്കിന് തബ്ലീഗുകാരെ എനിക്കറിയാം. തബ്ലീഗായതിന്റെ പേരിൽ വഹാബിക്കുക. തുടക്കത്തിൽ ഇത് കാണൂല. അത് എല്ലാ പുത്തൻവാദികളും അങ്ങനെ തന്നെയാണ്. പുത്തൻവാദികളൊക്കെ അങ്ങനെ തന്നെയാണ്. തുടക്കത്തിൽ അവരുടെ വിദഅത്ത് കാണൂല. ഈ പ്രാവശ്യത്തെ കുറച്ച് മുമ്പ് ഇറങ്ങിയ ശബാബ് ഞാൻ ഇപ്പൊ ഇന്നലെ വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. അതിൽ CP ഉമർ സുല്ലമിയുടെ ലേഖനമുണ്ട്. CP ഉമർ സുല്ലമി പണ്ട് ഒതുക്കങ്ങൽ ഭാഗത്ത് സ്കൂൾ പഠിപ്പിക്കുന്ന കാലത്ത് നടന്നിട്ടാണ്, വീട്ടിൽ നിന്ന് ഒരുപാട് കിലോമീറ്റർ നടന്നിട്ടാണ് സ്കൂൾക്ക് എത്തുക. അതിന്റെ ഇടയിൽ ഒരു പള്ളിയിൽ കയറിയിട്ട് ഖുർആൻ ക്ലാസ് എടുക്കും. അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, തുടക്കത്തിൽ ഞാൻ ഖുർആൻ അങ്ങനെ നമ്മൾ ആശയമൊന്നും പറഞ്ഞിരുന്നില്ല, പിന്നെ ജനങ്ങളൊക്കെ നമ്മളെ പിടിയിലായി കണ്ടേക്കിന് കൊടുത്തു ആശയങ്ങൾ. ഇതെല്ലാ പുത്തൻവാദികളുടെയും ഐഡിയ ആണ്. അപ്പൊ താങ്കളെപ്പോലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് പെട്ടെന്ന് അപകടം മണത്തറിയാൻ സാധിക്കാത്ത വിധത്തിലുള്ള നല്ല ഈമാനും ഇസ്ലാമും പറഞ്ഞിട്ടുള്ള ക്ലാസ്സിക്കാരൻ, ദീനിന്റെ പരിശ്രമം, അള്ളാഹു ആദം നബി ഭൂമിക്ക് വന്നത്, ഇതൊക്കെ കാര്യം പറയാം. പക്ഷെ ഇതൊക്കെ അവരോടൊന്ന് ചോദിച്ചാൽ അടുത്താണ് ഇടപഴകുന്ന സമയത്ത് ഇത് വഹാബി പ്രസ്ഥാനമാണ്, ഉത്തരേന്ത്യൻ വഹാബിസമാണ്, കേരളീയ വഹാബിസം അല്ല കേട്ടോ. ഉത്തരേന്ത്യൻ വഹാബിസം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ നിന്ന് നേർക്കുനേരെ വിതരണം ചെയ്യപ്പെട്ട വഹാബിസാണ്. കേരളീയ വഹാബിസം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ നിന്ന് ഈജിപ്ത് മുഖാന്തരം മോഡിഫൈ ചെയ്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ട പരിഷ്കരിച്ച വഹാബിസാണ്. ആ വഹാബിസം ഗൾഫ് കുടിയേറ്റം കേരളത്തിൽ സുലഭമായപ്പോൾ സൗദി അറേബ്യയിലുള്ള ഒറിജിനൽ വഹാബിസത്തെ പരിചയപ്പെട്ട ആളുകൾ ഇവിടെ വന്ന് തിരിച്ചു വന്നപ്പോൾ വഹാബിസത്തിൽ കലഹായി. അപ്പൊ ഏത് വഹാബിസ നമുക്ക് വേണ്ടത്, ഈജിപ്റ്റാണോ വേണ്ടത്, സൗദിയാണോ വേണ്ടത് എന്നുള്ളത് തർക്കായി. അങ്ങനെയാണ് 2002 വഹാബികൾ ഇവിടെ പിളരുന്നതും 2016 ഡിസംബറിൽ ഇവിടെ ലയിക്കുന്നതൊക്കെ. അതൊക്കെ വേറെ ചരിത്രങ്ങളാണ്. അപ്പോ ഈ വഹാബിസം ഒളിച്ചു വെച്ച ഈ തബ്ലീഗ് ജമാഅത്തിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ, അതിൽ പോയതിന്റെ പേരിൽ ആയിരക്കണക്കിന് മലയാളികൾ വഹാബികളായിക്കൊണ്ടിരിക്കുകയാണ്. ലാഹിറിൽ അത് പറയാൻ കഴിയൂല. ലാഹിറിൽ നിങ്ങളെ പോലത്തെ ആൾക്കാർക്ക് ഒരു പക്ഷെ അത് കാണൂല. ഒരു 3-4 ജമാഅത്തിൽ അവരാണ് പങ്കെടുക്കുന്നതോടെ നമ്മളെ ഖൽബിലുള്ള വിശ്വാസം 100% എന്തായി സുന്നത്ത് ജമാഅത്തിന്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഖൽബായി മാറും. പക്ഷെ കേരളീയ സാഹചര്യത്തിൽ തബ്ലീഗ് ജമാഅത്തിന് മെജോറിറ്റി ഇല്ലാത്തത് കൊണ്ട് അവർ ശാന്തരാണ്.
പക്ഷെ അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്ത ചുവടുവെപ്പിലേക്ക് അവര് കൂലങ്കുശമായിട്ട് അവരുടെ ബുദ്ധിജീവികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ 450 മദ്രസകൾക്ക്, പാരലൽ മദ്രസകൾക്ക് അവര് രൂപരേഖ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ രഹസ്യ വിവരം. അതൊന്നും അങ്ങനെ തെളിവ് ഇപ്പൊ പറയേണ്ട സമയമല്ല, മറ്റൊരു സമയത്തേക്ക് ഞാൻ മാറ്റിവെക്കുകയാണ്. അതേ സമയത്ത് അവർക്ക് ശക്തിയും സ്രോതസ്സുമുള്ള ഉത്തരേന്ത്യയിലുള്ള പല ഭാഗങ്ങളിലും ശക്തരായ കുഴപ്പക്കാരാണ് അവർ. നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പല സ്ഥാപനങ്ങൾക്കും ഉത്തരേന്ത്യയിൽ ഭീഷണിയുള്ളത് തബ്ലീഗ് ജമാഅത്തുകാരാണ്. അങ്ങനെ എന്തെല്ലാം സംഗതികളുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ നാട്ടിൽ അവര് ശാന്തമായ സ്വരത്തിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കുഴപ്പമില്ല എന്ന് തോന്നുകയാണ്. ഇവിടുന്ന് വിട്ടാ ഓലെ തനിനിറം എത്രയോ സ്ഥലത്ത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മളെ ഹുദവി സുഹൃത്തുക്കൾക്കൊക്കെ അതറിയാം. അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദര, നമ്മൾ നമ്മുടെ ഈമാൻ അടുത്തുനിന്നൊക്കെ പോയിട്ട് അവരുടെയൊക്കെ സഹവാസങ്ങൾ എവിടെ കിട്ടുക എന്നത് അത് അന്വേഷിക്കുക, അതിന് ഉസ്താദ്മാരോടൊക്കെ ബന്ധപ്പെടുക. എന്നിട്ട് നമ്മുടെ കൽബിലുള്ള ഈമാൻ ചൈതന്യവത്താക്കാനാവായ, നൂറാനിയത്തുണ്ടാവാൻ ആവശ്യമായ അമലുകൾ കിട്ടാൻ ഒരുപാട് വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പൊ കോയക്കുട്ടി ഉസ്താദുള്ള കാലത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമായിരുന്നു. കോയക്കുട്ടി ഉസ്താദിന്റെ അടുത്ത് പോയാൽ മതി. അത്തിപ്പറ്റ ഉസ്താദിന്റെ അടുത്ത് നിങ്ങൾക്ക് പോയാൽ നിങ്ങൾക്ക് ഈമാന്റെ നൂറാനിയത്ത് ഉണ്ടാവും. എത്രയോ ചെറിയ ചെറുപ്പക്കാരായ 20ഉം 21ഉം വയസ്സുള്ള SKSFന്റെ പല സുഹൃത്തുക്കളും അത്തിപ്പറ്റ ഉസ്താദിന്റെ സാസിൽ പങ്കെടുത്തുകാണ്ട് ഈമാന്റെ നൂറാനിയത്തുമായിട്ട് നടക്കുന്ന ആൾക്കാർ എനിക്കറിയാം. പക്ഷെ ഞാൻ അവരുടെ പേര് പറയുന്നില്ല, അതൊക്കെ സ്വകാര്യ വിഷയങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ബിദ്ഈ പ്രസ്ഥാനങ്ങളുടെ ബാഹ്യമായ പുറംമോടികളിലേക്ക് താങ്കളെപ്പോലുള്ള സഹോദരന്മാർ ചെന്ന് പെടേണ്ട എന്നുള്ളൊരു സതുപദേശമാണ് എനിക്ക് നിങ്ങളുടെ ചോദ്യത്തിന് നൽകാനുള്ള മറുപടി. പിന്നെ ഇപ്പൊ ഇതുപോലെ തന്നെ ഇന്നെ പോലെ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോ ഇന്നിലാറ് അറിവുള്ള ഏകദേശം കിതാബ് ഓതിയ ആൾക്കാരെ കാരണം ഓല് വരെ എങ്ങനെ ഇതിലിരിക്കുന്നുണ്ട്. ഇപ്പോ വേറെ ഉസ്താദ്മാരൊക്കെ പറഞ്ഞാലും ഓല് അംഗീകരിക്കാതെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ ആൾക്കാരെ നമുക്ക് തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നല്ലൊരു ചോദ്യമാണ്. അതായത് ഈ തബ്ലീഗ് ജമാഅത്തിൽ അറിയാതെ പോയ സാധാരണക്കാരുണ്ടാവും. ഈ സാധാരണക്കാര് അവരുടെ തനി നിറം ബോധ്യമാവാതെ നല്ല മതല്ലേ പ്രസ്ഥാനല്ലേ എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ അവരിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല. അത്തരം ആളുകൾ വിശ്വാസപരമായിട്ട് അവർ പിഴവിലേക്ക് എത്തിയിട്ടില്ല. അവരെ നമ്മൾ പിടിച്ചു നിർത്താൻ വേണ്ടത്. അപ്പൊ അത്തരം ആളുകൾ ഇമാമത്ത് നിൽക്കുകയാണെങ്കിൽ അവരെ തുടരുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല. പക്ഷെ യഥാർത്ഥ തബ്ലീഗുകാരായ അതിന്റെ മൗലവിമാർ, അവരുടെ പള്ളികളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, അവരെ തുടർന്ന് നിസ്കരിക്കുന്നത് നമ്മളെ മുജാഹിദ് പള്ളിയിലുള്ള മൗലവിയെ തുടർന്ന് നിസ്കരിക്കുന്ന അതേ വിദ്യയാണ്. ആ ജമാഅത്തിന് കൂലിട്ടില്ല. അവരുടെ കൽബിലുള്ള വിശ്വാസം ഈ നിലക്കാണ്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയുള്ള എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം ഈ പെരിന്തൽമണ്ണ ഐഷ കോംപ്ലക്സിന്റെ മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ അരിപ്ര ഉസ്മാൻ ഫൈദി SKSFന്റെ വലിയ പ്രവർത്തകനാണ്. അദ്ദേഹം എന്നെ കണ്ടപ്പോൾ ഓടി വന്നു, നിങ്ങളോടൊരു കാര്യം പറയാണ്ട് പറഞ്ഞു. എന്താന്ന് വെച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തുണ്ട് അവിടെ, അയാൾ തബ്ലീഗ് ജമാഅത്ത് വിട്ടേക്കണം. നാടനാണ്, സാധാരണക്കാരനാണ്, കിതാബ് ഓതിയിട്ടൊന്നുമില്ല. അപ്പൊ അവപ്പ പറയണെന്താ വെച്ചാല് നിസ്കാരത്തില് കൈ ഇവിടെ കെട്ടിയാലും കുഴപ്പമില്ല, ഇവിടെ കെട്ടിയാലും കുഴപ്പമില്ല. ഓമ്പ തബ്ലീഗാണ്. അത് കൈ ഇവിടെ കെട്ടണം എന്ന് പറയുന്നവർക്കും തെളിവുണ്ട്, ഇവിടെ കെട്ടണം എന്ന് പറയുന്നവർക്കും തെളിവുണ്ട്. രണ്ടും ശരിയാണ്. പെണ്ണുങ്ങൾ പള്ളി പോണെന്ന് പറയുന്നതും ശരിയാണ്, പോണ്ടാന്ന് പറയുന്നതും ശരിയാണ്. അപ്പൊ എല്ലാം ശരിയാണെന്നുള്ളൊരു സർവമത സത്യവാദത്തിലേക്ക് ഇവൻ പോവുകയാണ്. പിന്നെ അങ്ങനെ പോയിട്ട് പിന്നെ അവൻ എന്താകാണ്, നിഷേധഭാവത്തിലേക്ക് മറിയാണ്. ഇങ്ങനെ വളരെ സ്റ്റെപ്പായിട്ടാണ് തബ്ലീഗ് ജമാഅത്ത് നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന നിഗൂഢത, അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ അഡിക്റ്റായി കഴിഞ്ഞാൽ, ആശയപരമായി വ്യതിയാനം കൽബിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത്തരക്കാരായ തബ്ലീഗുകാരോട് ഒരിക്കലും തുടരാൻ പാടില്ല. അതേസമയത്ത് ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ തന്നെ വഹാബീസത്തിൽ ശരിയുണ്ടോ എന്ന് ഇങ്ങനെ മനസ്സിന് ചാഞ്ചല്യപ്പെടുന്ന ആൾക്കാർ ഇപ്പൊ നമ്മളെ കൂട്ടത്തിലുണ്ടാവുമല്ലോ. ഒരാൾ വഹാബി ആയിട്ടുണ്ടാവില്ല, എന്നാ വഹാബി ആയാലോ തുടരുന്നത് ശരിയല്ലേ എന്നതുപോലെയാണ് തബ്ലീഗിന്റെയും വിധി കേട്ടോ.
അസ്സലാമു അലൈക്കും. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ മുജാഹിദും ശരിയാണ്, അതേപോലെ തബ്ലീഗ് ജമാഅത്തും ശരിയാണെന്നുള്ള അഭിപ്രായമുള്ള ആളുകൾ സുന്നി തന്നെ ആയിരിക്കും. പക്ഷെ അത് ശരിയാണ്, അത് തെറ്റില്ല എന്നുള്ള പറഞ്ഞ ആളുകളെ കൂടെ നിസ്കരിക്കൽ എന്താണ് പറയുന്നത്? അത് ഒരു തെറ്റിദ്ധാരണയുടെ അഭിപ്രായമാണ്. അവർക്ക് കൽബിൽ അവരുടെ വിശ്വാസം പഴച്ചിട്ടുണ്ടെങ്കിൽ, അത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരോട് തുടർന്ന് നിസ്കരിച്ചാൽ കൂലില്ലാണ്. അത് കറാഹത്താണെന്ന് പറഞ്ഞാൽ പാടില്ല എന്നാണ്. അള്ളാഹു ശിക്ഷിക്കുമല്ലേ എന്നുള്ളത് വേറെ ചർച്ചയാണ്. അത് ഇമാമിങ്ങൾ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. ഞാൻ അതിലേക്കല്ല പോകുന്നത്. പാടില്ലാത്തതാണ് അവരുടെ കൽബിൽ ആ വിശ്വാസം. മറ്റേത് അതും ശരിയായിരിക്കാം ഇതും ശരിയായിരിക്കാം എന്ന് പറയുന്നത് ഇതിന്റെ നിജസ്ഥിതി അറിയാതെ തെറ്റിദ്ധരിച്ച് പറയുന്ന ആൾക്കാരുണ്ടാവും. അവരെ നമ്മളെന്താ, അവർ സാധാരണ ഇമാമത്തിക്കണോലാവൂല, ഒരു മൗമൂമിയത്തിന് മാത്രം നിലകൊള്ളുന്ന ആൾക്കാരിക്കാരം. അപ്പൊ അവർ അഥവാ ഇമാമത്ത് നിന്നാലും അവരെ തുടർന്ന് നിസ്കരിക്കുന്നത് കുഴപ്പമില്ല. അത് കാരണം അവരുടെ കൽബിലെ അഖീദ വന്നിട്ടില്ലല്ലോ. പക്ഷെ നമ്മളെന്താ ചെയ്യേണ്ടത്? അത്തരം ചാഞ്ചല്യപ്പെടുന്ന ആൾക്കാർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന ഏറ്റവും വലിയൊരു അംറും ബിൽ മഅറൂഫ് വനഹ്യി അനിൽ മുൻകർ സ്വകാര്യമായിട്ട് ഫേസ് ടു ഫേസ് നമ്മളെ പോലത്തെ അഹ്ലുസുന്നയുടെ പ്രവർത്തകന്മാർ നിർവഹിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലാക്കി കൊടുത്തിട്ടും അയാൾ ആ വാദത്തിലാണെങ്കിലും, ഏത് വാദത്തിൽ നമ്മൾ ഈ അയാൾ പറയുന്നത് അതും ശരി ഇതും ശരിയെന്ന് വാദിക്കും. അതെ, അതും ശരി ഇതും ശരിയെന്ന് പറയുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി അതൊരു ചോദ്യമാണ്. മൈക്കിയിലല്ലാത്തതുകൊണ്ട് ഞാൻ മൈക്കിയിൽ ആ ചോദ്യം ആവർത്തിക്കുകയാണ്. നമ്മളിതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതും പിന്നെ ഓൻ പറയണം അതും ശരിയാണ് ഇതും ശരിയാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ്? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ റബ്ബും ഇലാഹും അല്ലാഹു മാത്രമാണ് എന്നാണെന്ന് സുന്നിയാള് പറയും. അല്ല, മറഞ്ഞ മാർഗത്തിലുള്ള സഹായത്തേട്ടത്തിന്റെ ഉടമ അല്ലാഹു മാത്രമാണ് എന്ന് മുജാഹിദ് അർത്ഥം വെക്കും. ഇത് രണ്ടും ശരിയാണെന്ന് പറയുമ്പോൾ ഇയാൾ കൽബിൽ ചീത്ത വിശ്വാസം വന്നു എന്നാ. അപ്പൊ അവനോട് തുടരാൻ പാടില്ല, നിസ്കാരത്തിൽ തുടരാൻ പാടില്ല. കാരണം അപ്പൊ വഹാബി ആയിട്ടുണ്ട്. അതിനാണ് വഹാബീസ് എന്ന് പറയും. രണ്ടും ശരിയാണെന്ന് പറയുമ്പോൾ വഹാബീസും ശരിയാണെന്നല്ലേ. വഹാബീസ് എന്നിട്ട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് പിന്നെയും ശരിയാണെന്ന് പറയുമ്പോൾ അയാൾക്ക് കാര്യം ബോധ്യപ്പെട്ടിട്ട് പിന്നെയും ആ വിശ്വാസം വരുന്നു നമുക്ക് ഉറപ്പാകുകയാണ്. നമുക്ക് ബോധ്യം. നമ്മൾ ഒരാളെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ നമ്മൾ അകറ്റല്ല വേണ്ടത്. നമ്മൾ ഒരാള് അതും ശരി, അത് ചില ഒരു തെറ്റിദ്ധാരണകളും ഇന്നത്തെ പരിസരത്തിൽ പ്രത്യേകിച്ചും. കാരണം ഇന്ന് ബഹുസ്വര ജീവിതമാണ്. ബഹുലമായ സ്വരങ്ങൾക്കിടയിലാണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സ്വരങ്ങളിൽ നിന്ന് ഏതാണ് ശരിയെന്ന് വിവേചിച്ചറിയാനുള്ള പക്വതയും അറിവും സമാർജിക്കാത്ത മനുഷ്യന്മാരിൽ നിന്ന് പല അഭിപ്രായ പ്രകടനങ്ങളും സംഭവിച്ചേക്കാം. അപ്പോഴത്തേക്ക് നമ്മളങ്ങോട്ട് ചാടി വീഴണ്ട. അതിന്റെ നിസ്കാരമൊന്നും ശരിയല്ല എന്നൊന്നും പറയാൻ നിൽക്കണ്ട. നമ്മൾ അയാളെ പറഞ്ഞത് മനസ്സിലാക്കി കൊടുക്കുക. പരസ്യമായിട്ട് അവഹേളിക്കാനും പോവരുത്. ഫേസ് ടു ഫേസ്, മുഖത്തോട് മുഖം സ്വകാര്യമായ ദഅവത്ത് നടത്തിയിട്ട് അവരുടെ കൽബിലേക്ക് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയുടെ സുന്ദരമായ തീരം അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെയും അയാള് അല്ല മറ്റേത് ശരിയുണ്ട് എന്ന് പറയുമ്പോൾ കൽബിൽ രോഗം ബാധിച്ചിട്ടുണ്ടെന്ന് ഉറപ്പായി. പിന്നെ തുടരാൻ പാടില്ല. അസ്സലാമലൈക്കും. സലാം പറയല് സുന്നത്തും അത് മടക്കൽ നിർബന്ധമാണല്ലോ. അപ്പോ നമ്മളായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകൾ നമ്മളോട് അല്ലെങ്കിൽ പുത്തൻവാദികൾ നമ്മളോട് പറഞ്ഞാൽ അത് മടക്കുന്നതിന്റെ വിധി എന്താ? പുത്തൻവാദികൾ സലാം ചൊല്ലിയാൽ മടക്കുന്നത് അത് കറാഹത്താണ്. കറാഹത്താണ് അതാ ഒഴിവാക്കുകയാണ് വേണ്ടത്. മടക്കിയതോട് പടച്ചോൻ നരകത്തിലിട്ട് ശിക്ഷിക്കൂലെങ്കിലും ഒരു മുഅ്മിൻ അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. അപ്പൊ ഉസ്താദേ, അവരായിട്ടുള്ള ബന്ധത്തിന് അത് ഒരു വ്യക്തിയുടെ തീരുമാനമാണ്. ബന്ധം എന്ന് പറഞ്ഞാൽ എന്തു ബന്ധം? സൗഹൃദ അത് നമ്മൾ പരമാവധി അയാളായിട്ട് ബന്ധപ്പെടാതെ ബന്ധം ഒരിക്കലും മൻ റആ മുങ്കറൻ. അതിന്റെ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി അല്ലാഹു റസൂൽ പറഞ്ഞത് മൻ റആ മുങ്കറൻ, ഒരു തിന്മ കണ്ടാൽ ഫൽയുഗയ്യിറുഹു ബിയദിഹി, കൈയോണ്ട് തടയണം. ഫഇല്ലം യസ്തതി ഫബിലിസാനിഹി, സാധ്യമല്ലെങ്കിൽ നാവുകൊണ്ട് തടയണം. അതിനും സാധ്യമല്ലെങ്കിൽ ഫബി ഖൽബിഹി, കൽബുകൊണ്ട് തടയണം. അപ്പൊ കൽബുകൊണ്ട് തടയാൻ കൽബുകൊണ്ട് വെറുപ്പുണ്ടാവണം. വെറുപ്പിൽപ്പെട്ടതാണ് സ്നേഹത്തിന്റെ ഭാഷയായ സലാമിനെ പരസ്പരം കൈമാറാതിരിക്കുക എന്നുള്ളത്. അതേ സമയത്ത് സാഹചര്യപരമായി ഇത് പൊതുവായി പറയേണ്ടതോ മൈക്കിൽ പറയേണ്ടതോ SKCR ലോകത്തിലേക്ക് വിളംബരപ്പെടുത്തേണ്ടതോ അല്ല.
എന്നാലും ഞാൻ പറയട്ടെ, സാഹചര്യപരമായ ചില അനിവാര്യ ഘട്ടം വന്നു, ചില മഫ്സിദത്തുകൾ വന്നാൽ, ഉദാഹരണം പറയാൻ സ്കൂൾ അധ്യാപകനാണ്, സ്റ്റാഫ് റൂം കയറുമ്പോൾ സലാം ചെല്ലാതെ അപ്പോ അങ്ങനെ അതിനവിടെ ഭയങ്കര കലഹമായിട്ട് മാറും, പ്രശ്നമായി മാറും. അപ്പോ നമ്മൾ മറ്റു മതവിഭാഗങ്ങളോടുള്ള നീക്കുപോക്കുകളൊക്കെ രാജ്യത്ത് പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം നീക്കുപോക്കുകൾ, അതായത് ഒരു പൊതു നന്മയ്ക്കാവശ്യമായ, രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കാവശ്യമായ നീക്കുപോക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറുന്നുണ്ട്. എന്നതുപോലുള്ള ഒരു നീക്കുപോക്ക് എന്ന അടിസ്ഥാനത്തിൽ മനസ്സിലുള്ള വരട്ടെ ഇത് പറയുന്നത് ശരിക്കും കേൾക്കി, മനസ്സിലുള്ള ആ വെറുപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ ചില നീക്കുപോക്കുകൾ എന്ന നിലക്ക് ചിലപ്പോൾ സലാം ചൊല്ലിയാ മടക്കുക എന്നൊക്കെ ഇപ്പൊ എനിക്ക് അങ്ങനത്തെ സാഹചര്യം വരൂല, നിങ്ങൾക്കൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പരമാവധി അത് ഒഴിവാക്കാൻ അത്യധ്വാനവും കഠിനമായ ജിഹാദും നടത്തണം. ജിഹാദ് പറഞ്ഞാൽ വാള് വെച്ച് കാണുന്ന ജിഹാദല്ല, മാനസിക ജിഹാദ് നടത്തണം. പക്ഷേ ചില ഫസാദുകളും കുഴപ്പങ്ങളും നാട്ടിലും കുടുംബത്തിലൊക്കെ വരും എന്ന് കാണുകയാണെങ്കിൽ അത് വരാതിരിക്കാൻ ആവശ്യമായ ചില നീക്കുപോക്കുകൾ, അപ്പൊ സലാം പറയുന്നിടത്തൊക്കെ ചിലപ്പോ അത് വൈയക്തികമായ വിഷയമാണ്, പേഴ്സണലായ കാര്യമാണ്. അത് ആ വ്യക്തിയുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട നിലപാടിൽ ചിലപ്പോ അത് കറാഹത്തില്ല എന്ന് വന്നേക്കാം. പക്ഷെ അത് പൊതുവായിട്ട് പറയേണ്ട ഒരു സംഗതിയൊന്നുമല്ല. പരമാവധി അത്തരം സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ ജിഹാദ് ചെയ്യണം. സലാം ചെല്ലുക എന്ന് പറഞ്ഞാൽ സാധാരണ വർത്താനം പറയും പോലെയല്ല. സലാം എന്ന് പറയുന്നതും കുശലാന്വേഷണം എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കുശലാന്വേഷണവും സലാമും വ്യത്യാസമുണ്ട്. കുശലാസം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ സുഖം തന്നെയല്ലേ നടക്കാണ്ട്, സുഖം തന്നെ ഇവിടുന്ന് വരുന്ന കുടി തന്നെയല്ലേ എന്നൊക്കെ പറയുന്ന വർത്താനം. സലാം എന്ന് പറയുന്നത് ഒരു ഇബാദത്താണ്. ആ ഇബാദത്തിന്റെ സമർപ്പണം അതിന് അർഹരായ ആളുകളോടെ പറ്റുള്ളൂ. അതാണ് ഒരു മുസൽമാന്റെ സംശുദ്ധമായ നിലപാട്. പിന്നെ ഫസാദും ഫിത്തും ഉണ്ടാകുകയാണെങ്കിലോ, കുഴപ്പമുണ്ടാകുകയാണെങ്കിലോ, അരാജകത്വം സംഭവിക്കുകയാണെങ്കിലോ അത് ഒഴിവാക്കാൻ വേണ്ടി, വലിയ തെറ്റ് വരാതിരി, വലിയ തിന്മയെ തടുക്കാൻ വേണ്ടി ചെറിയ തിന്മകൾ ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ചെയ്യേണ്ടി വരുന്നത് പൊതുവായി പറയേണ്ട കാര്യമല്ല. അത് പൊതുവായ ചോദ്യോത്തര വേളയിൽ സംസാരിക്കേണ്ട വിഷയമല്ല കേട്ടോ. ഉസ്താദേ, ഒരു ചോദ്യം ചോദിക്കാണ്ട്, എനിക്ക് നേരത്തെ ചോദിച്ചതിന്റെ ബാക്കിയാണ് ഞാൻ ചോദിക്കാൻ കാരണം. എന്റെ പെങ്ങളെ പേരക്കുട്ടികൾ രണ്ടാളും, പെങ്ങളെ മരുവന് ഇപ്പൊ അടുത്ത് ഒരു 2-3 വർഷം മുമ്പ് ഈ തബീരി ജമാഅത്തേക്ക് പോയി. അവൻ പോയി എന്നല്ല, 2-3 ആൺകുട്ടികളെ ഓലെ കോളേജിൽ കൊണ്ടുപോയി ചേർത്തും ചെയ്തു, പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ചെന്നപ്പോൾ വീരനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് പഴച്ച വഴിയാണ്, അത് ജമാഅത്തിന്റെയും മുജാഹിദിന്റെയും വഴിയാണ്, അതിന് പൂര നല്ലത് എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ പെങ്ങളെ കുട്ടീനോട് പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഓരോ നേതാവിനോട് ചോദിച്ചോലോ, ഓരോ കിതാബിലുണ്ട് അള്ളാഹിന്റെ റസൂലിന്റെ അത്തയ്യാത്ത് ഓതുമ്പോൾ റസൂലിന് പകരം വേറെ മൃഗത്തിന് വിചാരിക്കണക്കാട്ട് നല്ലതാണ് അതെന്നാലും റസൂലിനെ വിചാരിക്കരുത് എന്നാൽ കിതാബിലുണ്ട് എന്ന് ആരോ നേതാവിനോട് പറഞ്ഞപ്പോ ഓരോ ഒരു നേതാവ് പറഞ്ഞോലോ, അങ്ങനെ ഉറുദു കിതാബിലോ ഞങ്ങൾ ഏതെങ്കിലും കിതാബിലോ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് കോഴിക്കോട് സിറ്റിയിൽ 5 ഏക്കർ സ്ഥലമുണ്ട്, അത് ഞാൻ തരാന്നുള്ള അയാൾ പറഞ്ഞല്ലോ, അങ്ങനെ എങ്ങനെ ഉണ്ട് ഇങ്ങനെ പറയോ ചിഞ്ഞോട്. അപ്പൊ ഞാൻ എന്താ മറുപടി പറയുന്ന കിതാബിൽ ഏത് രേഖയിലുണ്ട് എന്നാ പറയാ, ഓ നന്നാക്കി എടുക്കാൻ ആഗ്രഹം കൊണ്ട് പറയാൻ ചോദിക്കാണ്. ആ ചോദ്യത്തിന് 2014 മുമ്പായിരുന്നുവെങ്കിൽ എനിക്കൊരു മറുപടി ഉണ്ടായിരുന്നു. 2014 ശേഷമായതുകൊണ്ട് 2 മറുപടി ഉണ്ട്. ഒന്ന്, ഇത് സിറാത്തെ മുസ്തഖീം എന്ന ഈ പുസ്തകം, ഇതിന്റെ 118-ാമത്തെ പേജിൽ തബ്ലീഗിന്റെ ആചാര്യൻ ഇസ്മായിൽ ദഹ്ലവി എഴുതി വെച്ചത് ഉറുദുവിലും മലയാളത്തിലും ഞാൻ വിശദീകരിച്ചു. ഒരു മറുപടി. 2014 ശേഷം ഇറങ്ങിയ ഈ പുസ്തകത്തിൽ അത് ഒന്നുകൂടി ആവർത്തിച്ചിരിക്കുകയാണ്. ഇത് മലയാളത്തിലാണ് ആവർത്തിച്ചിട്ടുള്ളത്. എന്താണ് ഇതില് 224-ാമത്തെ പേജിൽ 225-ാമത്തെ പേജിൽ കണ്ടോ, അതിനെ ആവർത്തിച്ചിരിക്കുകയാണ്. ഷാഹ് ഇസ്മായിൽ ഷഹീദ് റളിയല്ലാഹു അൻഹുവിന്റെ സിറാത്തെ മുസ്തഖീം എന്ന ഈ ഹെഡിങ്ങിൽ 1, 2, 3, 4, 5 അഥവാ 10 പേജുകളിലായിട്ട് ഇതിനെ ന്യായീകരിച്ചിരിക്കുകയാണ്. ഇതിന്റെ പേര് ദേബന്ദ് പണ്ഡിതർ നവോത്ഥാന ശില്പികൾ എന്ന ഈ പുസ്തകത്തിന്റെ 225 മുതൽക്കുള്ള പേജുകളിൽ അതിനെ തൗജീഹ് ചെയ്തിരിക്കുകയാണ്, ന്യായീകരിച്ചിരിക്കുകയാണ്. അപ്പൊ 5 ഏക്കർ നമുക്ക് വേണ്ട, ആള് നന്നായാ മതി.
ഇനി ഒന്നുകൂടി ഞാൻ സാന്ദർഭികമായിട്ട് പറയട്ടെ. നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ തബ്ലീഗ് ജമാഅത്തിന്റെ കേരളീയ തബ്ലീഗുകാരുടെ എല്ലാ വാദങ്ങൾക്കും ഒരു മറുപടി പുസ്തകം ഈ ഉള്ളവൻ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ പേര് തബ്ലീഗിസം നവോത്ഥാനമല്ല എന്ന പുസ്തകമാണ്. ഇത് കഴിഞ്ഞ നന്ദി ദാറുസ്സലാം അറബിക് കോളേജിന്റെ റൂബി ജൂബിലിയിലെ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇത് പ്രകാശനം ചെയ്തത്. സാധനം വിറ്റ് തീർന്നു പോവുകയും ചെയ്തു. ഇതിന്റെ കോപ്പികൾ എവിടുന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം, ഇല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള കോപ്പി തരാൻ കഴിയൂല, കാരണം ആ ഒന്നുള്ളൂ. അപ്പൊ ഇത് തബ്ലീഗിസം നവോത്ഥാനമല്ല. ഇതിൽ ഇൽമുൽ ഗൈബുമായി ബന്ധപ്പെട്ട തബ്ലീഗിന്റെ വാദങ്ങൾ, അതുപോലെ തന്നെ ഖത്മുൻ നുബുവത്തുമായി ബന്ധപ്പെട്ട തബ്ലീഗിന്റെ വാദങ്ങളുണ്ട്. പ്രവാചകത്വ പരിസമാപ്തി എന്നാൽ എന്ത്? പ്രവാചകത്വ പരിസമാപ്തി എന്ന് പറഞ്ഞാൽ അന്തിമ പ്രവാചകനാവുക എന്നതാണ്. ഇനിയൊരു പ്രവാചകൻ വരാനില്ലാതിരിക്കുക എന്നതാണ്. എന്നാൽ ആ അർത്ഥത്തിൽ വലിയൊരു കാര്യമൊന്നുമില്ല. അത് നാടന്മാര് പറയുന്ന അർത്ഥാണ്. ഖത്മുൻ നുബുവത്ത് എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിശദീകരണം, ഒരു വിശ്വാസം, ഒരു ന്യായീകരണം തബ്ലീഗ് ജമാഅത്തുകാർക്ക് വേറുണ്ട്. ഇതൊന്നും ഇവിടെ പറയാത്തെന്താ വെച്ചാൽ അതൊന്നും ഈ സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത വിഷയമായതുകൊണ്ടാണ്. അതുകൊണ്ട് അതൊന്നും ഇവിടെ പറയാത്തത്. ഇംകാനുൽ ഖദിബ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വിഷയമുണ്ട്. അള്ളാഹു നുണ പറയില്ലേ? വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, അള്ളാഹു സത്യമേ പറയുകയുള്ളൂ എന്ന് ഖുർആൻ പറഞ്ഞതാ. എന്നാ അള്ളാഹുവിലും നുണ വരാൻ സാധ്യതയുണ്ട് എന്ന് ഈ പുസ്തകത്തിൽ സമർത്ഥിക്കുന്നുണ്ട്. അതിലൊക്കെ ഞാൻ മറുപടി എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് ഇവിടെ പറയാത്തെന്താ വെച്ചാൽ അതൊക്കെ വളരെ ആഴമുള്ള വിഷയങ്ങളാണ്. സാധാരണക്കാർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല പെട്ടെന്ന്. അതുകൊണ്ടാണ് അതിലേക്കൊന്നും കടക്കാത്തത്. ഇങ്ങനെ ഒട്ടനേകം ഇൽമുൽ ഗൈബുമായി ബന്ധപ്പെട്ട, ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട, തബറുക്കുമായി ബന്ധപ്പെട്ട കേരളീയ ഇസ്ലാമിക ചരിത്രത്തെ ഷിയാവൽക്കരിക്കുവാൻ വേണ്ടി ഇന്ന് വഹാബികളെക്കാൾ ഗൂഢമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കേരളീയ ഇസ്ലാമിക ചരിത്രത്തെ ഷിയാ ആരോപണം കൊണ്ട് മുക്കി താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവിടെ തബ്ലീഗുകാരാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വാള് പിടിക്കുന്നത് മറ്റേ കൂട്ടരാന്നൊക്കെ വില എഴുതിയത്. എത്രയുണ്ട്? മുനവ്വർ അലി തങ്ങളെ സംബന്ധിച്ച് എഴുതിയിട്ടില്ലേ? മുനവ്വർ അലി ശിഹാബ് തങ്ങളെ പറ്റി എന്താ അതിൽ എഴുതിയത്? കണ്ടോ? 135 പേജിൽ. മുനവ്വർ അലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് ഇതിന്റെ ഒരു പേജിൽ പറയുന്നുണ്ട്. മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഷിയാക്കളുടെ കേന്ദ്രത്തിൽ പോയ ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ ധാരാളം എഴുതുന്നുണ്ട്. അതൊക്കെ പാടെ നമുക്ക് വായിക്കാൻ സമയമല്ല. ഇതിൽ പറയുന്നത് കണ്ടോ? ഡൽഹിയിലെ ഇറാൻ കൾച്ചറൽ സെന്റർ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ ഷിയാ പ്രചരണങ്ങൾ കൊടുക്കുന്നുണ്ട്. സുന്നി പണ്ഡിതന്മാർ ഇറാനിലേക്ക് കൊണ്ടിരിക്കുന്നു. തിരിച്ചു വന്നവന് അവർ ഇറാൻ സ്തുതി പാടുകയാണ്. അവസാനമായി ദാറുൽ ഹുദയുടെ തലവൻ ഇറാനിൽ അന്താരാഷ്ട്ര ഷിയാ സമ്മേളനത്തിൽ ഗദീർഘം പ്രഭാഷണത്തിന്റെ മാനങ്ങൾ വിശദീകരിക്കാൻ പോയത് ഓർക്കുക. ഞാൻ വഹാബി ഉസ്താനായിട്ട് ബന്ധപ്പെട്ടു. നിങ്ങൾ എന്താ അവിടെ പോയിട്ട് പ്രസംഗിച്ചതെന്ന് ചോദിച്ചു. അദ്ദേഹം ശിഷ്യന്മാരിലൂടെ എന്റെ ഇമെയിലിലേക്ക് അയച്ചു തന്നു. ഷിയാക്കളെ പോയിട്ട് അവിടെ പോയിട്ടാണ് പൊരിച്ചു മൂപ്പര്. നിങ്ങളെ വാദം മുഴുവൻ തെറ്റാണെന്ന്. ഓലെ മടിയിൽ പോയിട്ട് ഓരോ എതിർത്തു. അതിനെന്താ കുഴപ്പമുള്ളത്? എന്നിട്ട് അതിനെപ്പറ്റി പറയാം. കേരളത്തിലെ സമസ്തന്റെ ആലിമ്യങ്ങളൊക്കെ ഷിയാക്കളൊപ്പാണ്. തിരിച്ചടിയെ പരിഹസിച്ചിരുന്ന ഗദ്ദാഫിയുടെ രക്ഷാകർത്തൃത്വത്തിൽ ലിബിയയിൽ ഇറങ്ങിയ സൂഫി മേളയിൽ കേരളത്തിലും ചില പണ്ഡിതന്മാരും തങ്ങന്മാരും പങ്കെടുക്കില്ല. തങ്ങന്മാർ പറഞ്ഞാൽ മുനവ്വർ അലി തങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഷിയാ ബുദ്ധിജീവി സി ഹംസയാണെന്ന് കേരളത്തിലെ മുസ്ലിം ലീഗിനും ഇരുവിഭാഗം സുന്നികൾക്കും തന്ത്രങ്ങൾ മെന്നു കൊടുക്കുന്നത് എന്നാണ് അവരുമായി അടുത്തവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. സ്വഹാബികളെ ഹീനമായി അപഹസിക്കുന്ന ഷിയാ സാഹിത്യം ഡോക്ടറേറ്റ് വിഷയമാക്കാൻ നിർദ്ദേശിച്ചതും ഹംസയുടെ ബുദ്ധിയാവാനാണ് സാധ്യത. ഇങ്ങനെ പലതും പറയേണ്ടതിൽ ബഹ്റൈനിലെ ഭരണം അട്ടിമറിക്കാൻ ഷിയാ തീവ്രവാദികൾ ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന അറബി പത്രം വരെ കേരളത്തിലെ ചില ഓഫീസുകളിൽ മുടങ്ങാതെ വരുന്നുണ്ട്. അന്നത്തെ ഷിയാവൽകൃത മനസ്കരായ സിമി പ്രവർത്തകർ ഇന്ന് കേരളത്തിലെ എല്ലാ വിഭാഗം മുസ്ലിം സംഘടനകളിലും നുഴഞ്ഞു കയറി തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. എഴുത്തുകാരുടെ ദാരിദ്ര്യം അനുഭവിക്കുന്ന മുസ്ലിം ലീഗിനാണ് ഇവർ ഏറ്റവും വലിയ സഹായകമാകുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ മദ്രസ പാഠപുസ്തകത്തെ പറ്റി എന്താ പറഞ്ഞത്? നമ്മുടെ മദ്രസ തലത്തിൽ തന്നെ ഷിയായിസത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്ന ഇതിൽ പറയാം, ഖുമൈനിയെ ഇസ്ലാമിന്റെ ധീര മുജാഹിദാക്കി ചിത്രീകരിച്ച് എത്ര പ്രഭാഷണങ്ങൾ ഇവിടെ അരങ്ങേറി. മുജാഹിദുകളുടേതടക്കം കേരളത്തിലെ എല്ലാ വിഭാഗവും നടത്തുന്ന മദ്രസകളിൽ ഷിയാ സ്വാധീനമുള്ള ചരിത്രമാണ് പഠിപ്പിക്കപ്പെടുന്നത്. നമ്മളെ താരീഖൊക്കെ ഷിയാ സ്വാധീനമുള്ള ചരിത്രത്തിൽ.
അങ്ങനെ ഒരുപാട് പേജുകളോളം എഴുതുന്നുണ്ട്. അപ്പോ പിന്നെ ഈ ഒരൊറ്റ പുസ്തകം തന്നെ, ഈ പുസ്തകത്തിലുള്ള ഇത്തരം വാദങ്ങൾക്കൊക്കെ ഞാൻ എൻ്റെ 120 പേജുള്ള പുസ്തകത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. തബ്ലീഗ് നവോത്ഥാനമല്ല. ഇത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും. എന്നാ പിന്നെ 10 മണിയുടെ സമയം അല്ലേ? സ്വലാത്ത് ലിബിരിയല്ലേ? ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. റബ്ബേ, ഞങ്ങൾ ഒരുമിച്ച്